الرحمن الرحيم وأتموا الحج والعمرة لله وقال النبي صلى الله عليه وسلم من حج لله ولم يفسق ولم يرفث رجع كيوم ولدته أمه أو كما قال عليه الصلاة والسلام. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഒരുമിച്ച് കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ പടച്ചവൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. സത്യത്തിൽ അള്ളാഹുവിന്റെ വലിയ തൗഫീഖും വലിയ കരുണയാണ് അള്ളാഹു തആല അവന്റെ വീട്ടിലേക്ക് ആളുകളെ വിളിക്കുക എന്ന് പറഞ്ഞത്. അത് അള്ളാഹു തആല ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അയാളോട് നമ്മളെ വീട്ടിലേക്ക് വരാൻ പറയും. നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് വരണം എന്ന് പറയും. അത് നമ്മളെ രീതിയാണ്. ഇതേപോലെ അള്ളാഹു തആല നമ്മളോട് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് നമ്മളെ. അതുകൊണ്ടാണ് നമ്മള് തൽബിയത്ത് ചൊല്ലണേ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. പഴയ കാലത്ത് മദ്രസയിലൊക്കെ പഠിച്ച ആളുകൾക്കറിയാം, പേര് വിളിക്കുമ്പോൾ ലബ്ബൈക്ക് എന്ന് പറയില്ലായിരുന്നു, ഹാജർ എന്നുള്ള അർത്ഥത്തിൽ. ഇതേപോലെ ഓരോ ആണും പെണ്ണും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാണ് പോണത്. സത്യത്തിൽ വിളിക്കുന്നത് യജമാനന്റെ വീട്ടിലേക്കാണ്. നമ്മളെ ഇല്ലായ്മ ഉണ്ടാക്കി ഈ അവസ്ഥ വരെ എത്തിച്ചവൻ അവനാണ്. ആ അള്ളാഹുവിലേക്കുള്ള, അവന്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഹജ്ജിന്റെ അമലുകള് നമ്മളോട് ഇങ്ങനെ ദിവസങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാനും മതിയാവും. ഹജ്ജിന്റെ അമലുകൾ ഇനി അതിന്റെ പേരിൽ ബേജാറൊന്നും എന്തായാലും ആവും വേണ്ട. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു വലിയ ബേജാറാണ് എന്താണ് ആവുക എന്നുള്ളത്. സത്യത്തിൽ ഒരു ബേജാറ് ആവണ്ടാത്ത അമലിൽപ്പെട്ട അമലാണ് ഹജ്ജ് പറഞ്ഞത്. നിസ്കാരത്തിന് ചൊല്ലൽ നിർബന്ധമുണ്ട്, ഫാത്തിഹ അറിയണം, അത്തഹിയാത്ത് അറിയണം. പക്ഷെ ഹജ്ജിൽ ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല. അതുകൊണ്ട് പിന്നെ ഹജ്ജിൽ പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ അമലുകൾ നമ്മൾ ഭയങ്കര ബേജാറായി, പടച്ചോനെ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നൊക്കെ വിചാരിക്കും. ഒന്ന്, നമുക്ക് കേട്ട് പരിചയമില്ലാത്ത പദങ്ങളാണ് ഇതിൽ അധികം പറയല്. മത്താഫ്, സായി, മസ്ആ, മിന, മുസ്ദലിഫ, അറഫ, ജംറ, ഇഫാദത്തിന്റെ തവാഫ്, വിദായിന്റെ തവാഫ് എന്നൊക്കെ പറഞ്ഞ് കുറെ നമുക്ക് അറിയാത്ത വീടുകളൊക്കെ ആവുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെ സാധനമാണ്, എന്തൊക്കെ ബേജാറാവണം. ഒന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സമാധാനപരമായിട്ട് നമ്മൾ നിൽക്കുക. ഏറ്റവും വലിയ ഹജ്ജ് ക്ലാസ് അതാണ്. എന്താണ്? സമാധാനമായിട്ട് നിൽക്കുക, ഒന്നും ബേജാറാവണ്ട. ഒന്നും ബേജാറായ ആവണ്ട. അത് എനിക്ക് അറിഞ്ഞില്ലല്ലോ പഠിച്ചോനെ, ഇതെന്തായി, എന്താവോ, ആദി, ബേജാറ്, വെപ്രാളം ഒന്നും വേണ്ട. സമാധാനപരമായി ചെയ്യാനുള്ള അമലുകളാണ്, ഏതാൾക്കും ചെയ്യാൻ പറ്റും. അറഫ, അതാണ് ഹജ്ജ് എന്ന് പറയും. അറഫയിൽ എന്താ ചെയ്യാനുള്ളത്? വെറുതെ പോയി നിന്നാ മതി. ഒരാൾ നിന്നാൽ അയാളെ ഹജ്ജിന്റെ അറഫന്റെ അമൽ കഴിഞ്ഞു. അതറിയാത്ത ആരാള് നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കാലം നിന്നോളൊന്നുമില്ല. കസാരട്ടി ഇരുന്നാലും കുഴപ്പമില്ല, അവിടെ കിടന്നാലും കുഴപ്പമില്ല, ആ സ്ഥലത്ത് ഹാജരാകാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ അമലുകൾ അതാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ അമലുകളിൽ നമ്മൾ ബേജാറാവണ്ട. ആകെ 5 ദിവസത്തെ അമൽ അല്ലെങ്കിൽ 6 ദിവസത്തെ അമലുകളാണുള്ളത് ഹജ്ജിന്. മനസ്സിലായില്ലേ? എത്ര ദിവസത്തെ അമൽ? 5 ദിവസത്തെ അമൽ അല്ലെങ്കിൽ 6 ദിവസത്തെ അമലേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ നമ്മൾ ഈ ബേജാർ പിടിക്കണേ. നമ്മളൊരു ബേജാറാവണ്ട. പക്ഷേ ബേജാറാവണ്ട സാധനം വേറെയാണ്. അമലുകളിലല്ല ബേജാറാവണ്ടേ, അമലുകളിലല്ല ബേജാറാവണ്ടേ. ബേജാറാവേണ്ട സാധനം നമ്മുടെ ഹൃദയത്തിന്റെ മേലാണ്. എന്ന് വെച്ചാൽ അള്ളാഹു തആല വിളിക്കുന്നത് നമ്മളെ ബാഹ്യമായ ശരീരത്തിന് അവിടെ കൊണ്ടുപോയിട്ട് കറങ്ങാനോ എറിയാനൊന്നും അല്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് നമ്മളെ സത്യത്തിൽ ഒരു സ്കാൻ ചെയ്യാൻ കൊണ്ടുപോവാണ്. നമ്മളെ അള്ളാഹു തആല ഇന്റർവ്യൂവിന് കൊണ്ടുപോവാണ്. അതിൽ പൊട്ടിപ്പോയാൽ കുടുങ്ങി, അതിൽ റിജക്റ്റ് ആയി പോയാൽ, അതിൽ നിന്ന് തള്ളിയാൽ കുടുങ്ങി. അതുകൊണ്ട് അള്ളാഹു തആല ഹജ്ജിന്റെ അമലുകൾ പറഞ്ഞ സ്ഥലത്തൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം. എല്ലാ അമലും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഹജ്ജ് വരുമ്പോ അള്ളാഹു തആല വീണ്ടും പറയാണ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ല. ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കണം. ആർക്ക് വേണ്ടി? ലില്ല, അള്ളാഹ്ക്ക് വേണ്ടി. ഹജ്ജിന്റെ ഫർളിയത്ത്, അതിന്റെ കൽപ്പന വരുന്നത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല. ഖുർആൻ.
വലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി മനുഷ്യർ ചെയ്യേണ്ട നിർബന്ധമായ ഒരു കാര്യമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. ഹദീസിലുള്ള വാക്ക് തന്നെയാണ്, മൻ ഹജ്ജ ലില്ല എന്നാണ്. മൻ ഹജ്ജ ലില്ല വലം യഫ്സുഖ് വലം യർഫസ് റജഅ കയൗമി വലദത്ഹു ഉമ്മു. അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക. ഇവിടെയാണ് പ്രശ്നം ഉണ്ടാവുക. ഹജ്ജ് ആണെങ്കിൽ ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലും അല്ല. വേറുള്ള കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. നിസ്കാരം ഒറ്റക്ക് ചെയ്യുക, നോമ്പ് ഒറ്റക്ക് നോൽക്കുക, സക്കാത്ത് ഒറ്റക്ക് കൊടുക്കുക. പക്ഷെ ഹജ്ജ് ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അറഫയാണ്. അറഫയിൽ എല്ലാവരും ഉണ്ടാവും ദുല്ലജൊമ്പൈന്. ഒറ്റക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ദുല്ലജ് 18 പോകേണ്ടി വരും. അപ്പൊ അവിടെ കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അപ്പൊ ഹജ്ജ് ആവൂല. ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. അപ്പൊ അത് കുറച്ച് ഇടങ്ങേറുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഉലമാക്കളായ മാന്മാർ പറഞ്ഞത് ഹജ്ജിന്റെ ശരിയായ അവസ്ഥ മനസ്സിന്റെ അവസ്ഥയാണ്. അതിനെ ശരിയാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മക്കത്ത് പോയി ചെയ്യേണ്ട കാര്യമില്ല, അത് നാട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യാനുള്ളത് പുരുഷന്മാരും സ്ത്രീകളും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ മനസ്സ് സാഫ് സുത്ര എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയുള്ള മനസ്സേറ്റ് പോകണം. ഒരു കളങ്കമില്ലാത്ത, ഒരു നിലയിലുള്ള കളങ്കമില്ലാത്ത ഹൃദയമായിട്ട് പോകണം. അള്ളാഹു തആല ആകെ നോക്കുന്നത് ഹൃദയത്തിന്റെ മുകളിലേക്കാണ്. ഹൃദയം പരിശുദ്ധമായ ഹൃദയമായിട്ട് പോകണം. കാരണം ഈ അമലുകളൊക്കെ പരിശുദ്ധാണ്. അള്ളാഹു പരിശുദ്ധവാനാണ്. പരിശുദ്ധനായ അള്ളാഹു, അള്ളാഹ് പാക് ഹേ, അള്ളാഹു പരിശുദ്ധവാനാണ്. ഹുദൂർ പാക് ഹേ, നബിതങ്ങൾ ശാസനങ്ങൾ പരിശുദ്ധവാനാണ്. കലാം പാക് ഹേ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ എന്നാ പറയല്. ഖാന കാബ ബി പാക് ഹേ, പരിശുദ്ധ കാബ എന്നാണ് പറയല്. ജന്നത്ത് ബി പാക് ഹേ, സ്വർഗവും പരിശുദ്ധാണ്. നാ പാക്കി കബി ജന്നത്ത് മേ ദാഖിൽ നഹി ഹോഗ, ശുദ്ധിയില്ലാത്ത ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ശുദ്ധി കൊണ്ട് ഇവിടെ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ഒരാളോട് വെറുപ്പ്, പക, വിദ്വേഷം, കുയിന്ത്, കിബിറ്, അതുമായിട്ട് ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. അല്ലാഹു തആല അപ്പം തന്നെ റിജക്ട് ചെയ്യും. അയാൾ എത്ര വലിയ അവസ്ഥയിൽ 5 സ്റ്റാർ ഹോട്ടലില് അല്ലെങ്കിൽ 5 സ്റ്റാർ സിസ്റ്റം ഹജ്ജാണ്, മിനിയിലൊക്കെ അത്ര സെറ്റപ്പ് ഉണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയം ശരിയല്ലെങ്കിൽ അത് അപ്പം തന്നെ തള്ളും. അല്ലാഹു തആല കാര്യമായിട്ട് നോക്കുന്നത് അവർക്കാണ്. അവിടെ ഹൃദയത്തിനെ നന്നാക്കാനുള്ള വഴി എന്താണ്? ഹൃദയത്തിനെ നന്നാക്കാനുള്ള ഇവിടെയാണ് നന്നാക്കേണ്ടത്. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങളൊക്കെ നടന്നത്, നമ്മൾ ജീവിച്ച സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ശുദ്ധിയാക്കിയിട്ട് പോകണം. ശുദ്ധിയാക്കാനുള്ള ഏക മാർഗം എന്താണ്? ഒന്ന് തൗബയാണ്. അള്ളാഹുവിനോട് ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ തിന്മകളെ പറ്റിയും തൗബ ചെയ്യുക. ഇനി ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, ഹജ്ജിൽ ഒരാള് ഹജ്ജിന് മുമ്പ് തൗബ ചെയ്താൽ, ഞാൻ പടച്ചോനെ എന്റെ ജീവിതം ഇങ്ങനൊക്കെ ആയിപ്പോയി, ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല പടച്ചോനെ എന്നൊരാള് തൗബ ചെയ്തിട്ട് പോയാൽ അയാളുടെ ജീവിതത്തിൽ പിന്നീട് ആ തിന്മ ചെയ്യാനുള്ള അവസരം അള്ളാഹു തരൂല. അത്ര ഉറപ്പുള്ള ഒരു അമലാണ് ഹജ്ജ് പറഞ്ഞത്. പക്ഷെ അയാളെ തൗബ അത്ര ഉറപ്പുള്ളതായിരിക്കണം. അത്ര ഉറപ്പുള്ള തൗബ ആയിരിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ പാപങ്ങൾ, എന്തെല്ലാം കുറവുകൾ ഓരോ മനുഷ്യനും അറിയാം. അതുകൊണ്ട് ആ നിലയിൽ തൗബ ചെയ്യണം. പക്ക തൗബ, മാഷാ അല്ലാഹ്. അത് തൗബ ചെയ്താൽ അല്ലാഹു തആല പിന്നെ ആ തിന്മയിലേക്ക് നമ്മളെ മടക്കൂല. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കർക്കശമായി ചെയ്യേണ്ടതാണ്. തൗബക്ക് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ചെയ്തു പോയതിൽ ഖേദമുണ്ടാകുക. രണ്ടാമത്, ഇനി ഒരിക്കലും ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാകുക. മൂന്നാമത്തേത്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരായിട്ട് തന്നെ തീർക്കണം. ഇടപാടുകൾ, പറച്ചില്, അതിലൊക്കെ വന്ന പ്രശ്നങ്ങൾ അവരായിട്ട് തന്നെ തീർത്തിട്ട് പോകണം. ഈ 3 കാര്യങ്ങളാണ് തൗബ പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കണമെങ്കിൽ, നമ്മളെ ഹജ്ജിനെ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അത്ര വിശുദ്ധിയോട് കൂടി പോകണം. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഏത് കളറിലെ കറുത്ത തുണി പൊച്ചിട്ട് പോയാലും മതി. എവിടേക്ക്? ഇഹ്റാമിന് വെള്ള തുണി വേണമെന്ന് ഓടില്ല. ഒരാൾ കറുത്ത തുണിയിട്ട് പോയാലും
അയാള് ശരിയാവും, അയാളെ ഇഹ്റാമിന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഒറ്റ ആളെ പോലും, ലോകത്ത് എന്തെല്ലാം കോലം കെട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒരാൾ പോലും ഒരു കറുത്തത് അവിടെ ചുറ്റിയിട്ടുണ്ടാവില്ല. കാരണം വിശുദ്ധിയാണ് ആഗ്രഹിക്കുന്നത്. ആ കഫൻ തുണി പോലെ, ആ വസ്ത്രത്തിന്റെ വെള്ള പോലെ നിങ്ങളുടെ മനസ്സും വെള്ളാവണം. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചത്. ഇവിടെയുള്ള പള്ളികളൊക്കെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ഖുർആനാണ്. മുഴുവൻ പള്ളികളും അല്ലാഹുവിന്റേതാണ്. പക്ഷെ അള്ളാഹു തആല പറയുന്നത് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ ഉടമസ്ഥനെ ആരാധിക്കണം. ആ വീട്ടിന്റെ മുറ്റത്തേക്കാണ് നമ്മളെ കൊണ്ടുപോണത്. അതുകൊണ്ട് അതൊരു വല്ലാത്ത പോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉംറന്റെ മുന്നേ ഇഹ്റാമിന് മുമ്പ് കുളിക്കണം എന്ന് പറഞ്ഞു. സുന്നത്തായ കുളി ഇഹ്റാമിന്റെ മുമ്പ്. ഇത് വീട് കാണാൻ പോണതിനാണ് ഈ കുളി. അള്ളാനെ കാണാൻ വേണ്ടി പോണതിനാണ് കുളിപ്പിക്കുന്നത്, ജനാസ കുളിപ്പിക്കുന്നത്. ഇവിടെ 2 തുണിയാണ് പുതക്കുന്നത്, കഅബ കാണാൻ, വീട് കാണാൻ. വീട്ടുകാരനെ കാണാൻ വേണ്ടി പോവാണ് 3 തുണിയും ചുറ്റിട്ട്. ശരിക്കും മരണവുമായി ബന്ധപ്പെട്ട യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. അതുകൊണ്ട് പോണതിന് മുമ്പ് വളരെ ബോധപൂർവം ചെയ്യാനുള്ള അമൽ എന്താണ് പറഞ്ഞാൽ മനസ്സിനെ വൃത്തിയാക്കുക, മനസ്സിനെ ശുദ്ധിയാക്കുക. അത് നമ്മളെ കൊണ്ടേ കഴിയുള്ളൂ, വേറെ ആർക്കും നമ്മളത് ചെയ്തു തരാൻ പറ്റൂല. മനസ്സിനെ അത്ര സാഫ് സുത്ര, അത്ര പരിശുദ്ധമാക്കുക, ഒരു നിലയിലും ഒരു കളങ്കമില്ലാത്ത. അതിനുള്ള ഒരു ചെറിയ വഴി ഇതാണ്. പുരുഷന്മാർ, സ്ത്രീകൾ ഏതെങ്കിലും ഒരു സമയം, നമ്മൾ ഇല്ലാത്ത സാധനം അതാണ്, ഒരു ഒഴിഞ്ഞ സമയം, ഒരു ഫ്രീ ആയ സമയം. ആരുമില്ല നമ്മളെ കൂടെ ഒരു മൊബൈൽ ഉണ്ടാവും, ആരുമില്ലെങ്കിൽ നമ്മളെ കൂടെ എന്തുണ്ടാവും, ഒരു മൊബൈൽ ഉണ്ടാവും. ആ ഒരു മൊബൈൽ എന്ന് പറഞ്ഞാല് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ട് മൊബൈൽ ഓഫാക്കി ഫുൾ ചുറ്റുപാടുന്ന് ഫുൾ ഫ്രീ ആയിട്ട് 1 മണിക്കൂർ ജീവിതത്തിൽ ഒഴിവാക്കി എടുക്കുക, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ. എന്നിട്ട് അയാൾ പള്ളികൾ പറ്റും പുരുഷന്മാർക്ക്. ചില പള്ളികൾ ഉണ്ടാവും ആരും ഉണ്ടാവില്ല, നിസ്കാര പള്ളികൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുജമാഅത്ത് പള്ളികൾ ഉണ്ടാവും, ആരും ഉണ്ടാവില്ല. ചെരുപ്പൊക്കെ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റിച്ച് ഒറ്റക്ക് 8 മണിക്കോ 9 മണിക്കോ രാവിലെ ആ പള്ളിക്ക് കയറിയാൽ സ്വസ്ഥായിട്ട് ഉളുവൊക്കെ എടുത്ത് കയറി 2 റക്അത്ത് നിസ്കരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്നിട്ട് ജീവിതത്തിനെ പറ്റി ആലോചിക്കുക. സ്ത്രീകൾക്കും പറ്റും, വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ രാത്രി ഉണ്ടാവും, കുട്ടികളൊക്കെ ഉറങ്ങി വീട്ടിൽ ഏതെങ്കിലും ഒരു റൂം കാലി ഉണ്ടാവും. പുരുഷന്മാർക്കും പറ്റും, വീട് എവിടെയാലും കുഴപ്പമില്ല, ഒഴിഞ്ഞിരിക്കുക. 2 ആൾ ഇരിക്കരുത്, ഒരാള്. എന്നിട്ട് ജീവിതത്തിനെ പറ്റി ആലോചിക്കുക. ഞാൻ ആരാണ്? ഇത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, ഞാൻ ആരാണ്. ഞാൻ ആരോ ആണെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാണ്. ഞാൻ അയാളാണ്, ഞാൻ ഇയാളാണ്, ഞാൻ അയാളാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞ ആണും പെണ്ണൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കാൻ. ഒറ്റ ആലോചിക്കുക, നീ ആരാണ്? നീ ഒരു ചെറിയ കുട്ടിയായിരുന്നു, നീ വലുതായി, നീ ഒരു അവസ്ഥയിലെത്തി, നീ സ്കൂളിൽ പോകാൻ തുടങ്ങി. 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഓർമ്മയുള്ള കാലം ഉണ്ടാവും. കുറച്ച് 5ാം ക്ലാസ് 6ാം ക്ലാസ് വലുതായി. ആ സ്കൂളിലെ സിറ്റുവേഷൻ, അവിടുത്തെ മാഷന്മാര്, അവിടുത്തെ അവസ്ഥകള്, മദ്രസ, ഇതൊക്കെ ഇങ്ങനെ വന്ന് വരുമ്പോ നമ്മളെ ജീവിതത്തിന്റെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ വരും. ഈ ചിത്രങ്ങളിൽ നമുക്ക് പലതും പൊരുത്തപ്പെടാനുണ്ടാവും, പൊരുത്തപ്പെടിക്കാനുണ്ടാവും. നമ്മളറിയും എനിക്കാരോടൊന്നുമില്ല അറിയും, എനിക്കാരോടൊന്നുമില്ല അറിയും. പക്ഷെ ഈ പിക്ചറുകൾ ഇങ്ങനെ എടുത്തു നോക്കണ്ടി, കുറെ മുഖങ്ങൾ ഇങ്ങനെ വരുന്നത് കാണാം. എവിടൊക്കോ അയാൾ പ്രശ്നക്കാരനാണ്, നമ്മൾ അയാളോട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കാലം വരുമ്പോ ഞാൻ സാധാരണ പറയലുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിന്റെ വീടിന്റെ മുമ്പ് കച്ചവടം ഉണ്ടാവും. നമ്മളൊക്കെ കാലത്ത് അയാളെ പറ്റിക്കലാണ് അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിയും ഭയങ്കര ഐഡിയയും ഭയങ്കര സാമർത്ഥ്യമാണെന്ത്, അയാളെ വീടിൽ നിന്ന് മുട്ടായി എടുക്കുക, പൈസ കൊടുക്കാക്കുക. അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ അവിടുന്ന് തുടങ്ങണം എന്നാ പറഞ്ഞത്. ആ കാക്ക ഉണ്ടെങ്കിൽ ആ കാക്ക കൊടുക്കണം, അല്ലെ ആ കാക്കന്റെ പേരിലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം. അയാൾ കവറിലാണെങ്കിൽ പഠിച്ചോനെ വലിയ പൈസ ഒന്നും ഉണ്ടാവൂലേ. അവിടുന്ന് ഇങ്ങനെ വന്ന് ഓരോ ഘട്ടങ്ങൾ ഉണ്ടാവും നമുക്ക്. അതിനെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഫുള്ള് ഒഴിഞ്ഞിരിക്കണം, ഇങ്ങനെ ആലോചിക്കാം. ഹൈസ്കൂളിൽ പഠിച്ച കാലം ഉണ്ടാവും, ടീച്ചർമാരെ അടങ്ങാറാക്കിയിട്ടുണ്ടാവും, മാഷന്മാരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാവും, കൂടെ പഠിക്കണവനെ അടങ്ങാറാക്കിയിട്ടുണ്ടാവും, ഭയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഉണ്ടാകുക. കുറെ മുഖങ്ങൾ കാണാം അതിൻ്റെ ഇടയിൽ. കുടുംബക്കാരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ആലോചിക്കല്ലേ, അതാണ് പ്രശ്നം.
അതാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം. ഇപ്പൊ ഇങ്ങനെ ആലോചിക്കണം അയാളെ വീടിയാ ഇതൊക്കെ അയാൾ പോരെ. അതിനാ ഞാൻ പറഞ്ഞ നിങ്ങൾ ഒഴിഞ്ഞിരിക്കാൻ, മനസ്സിലായില്ലേ? ഇപ്പൊ അങ്ങനെ ആൾക്കാർ പോണേ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം പോവല്ലേ, ഇപ്പൊ നിങ്ങൾ കേക്കി അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മളെ കോളേജ് പഠിച്ച കാലം അല്ലെങ്കിൽ നമ്മളെ വേറുള്ള കാലങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം അങ്ങനെ വരുമ്പോ കുറേ ആൾക്കാരുമായിട്ട് നമ്മളെ മനസ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ കുറേ അവസ്ഥ ഉണ്ടാവും. എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടാവും നിങ്ങൾക്ക്. ആൾക്കാർ നമ്മളടുത്ത് മസാല ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുക ഈ പ്രശ്നങ്ങളൊക്കെ. എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ അത് ഉമ്രക്ക് പോകുന്ന സമയത്ത്, വളരെ അടുത്ത കൂട്ടുകാരനാണ്, അപ്പോൾ അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇതൊന്നും ചെയ്യടാ, ഇത് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവനോട് പറഞ്ഞു, അവൻ പറഞ്ഞു എൻ്റെ കോളേജ് പഠിച്ചൊരു കുട്ടീൻ്റെ പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്തുള്ള ഒരു സംഭവം പറഞ്ഞു. ഓൻ എവിടെ ഉള്ളതെന്നും കൂടി അറിയില്ല. അവൻ ആകെ അറിയാം അവൻ്റെ വാപ്പക്ക് ഒരു മില്ലുണ്ടെന്ന് അറിയാം, ഇന്ന സ്ഥലമാണെന്ന് അറിയാം, മഞ്ചേരിൻ്റെ അടുത്തൊരു സ്ഥലമാണ് ഇത്. അവനാണെങ്കിൽ നമ്മളെ ഇടവണ്ണപ്പാറ ഭാഗത്തുള്ള ആളാണ്. പിന്നീട് അവനെ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇവന്റെ ഒരു സാധനം പോയപ്പോ അവന്റെ ഒരു സാധനം ഓനാ എടുത്ത് പറഞ്ഞിട്ട് ഇവനെ എടുത്ത് കൊടുത്തിന്, ചെറിയൊരു ഫ്ലാസ്ക് എന്തോ സാധനം. അവസാനം എന്നോട് പറഞ്ഞു, മഞ്ചേരി ആയനോട് ഞാൻ എൻ്റെ ചങ്ങായിമാരോടൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓനെ കണ്ടെത്തി. ഉമ്മർക്ക് പോണതിന് മുമ്പ് ഓനെ കണ്ടു, മാഷാ അല്ലാഹ്, അവനോട് പൊരുത്തൊക്കെ ചോദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കുമ്പോഴേ ഇത് ഉണ്ടാവുള്ളൂ. കുറേ സ്ഥലത്ത് ഉണ്ടാവും, കുറെ ആളെ ബുദ്ധിമുട്ടാക്കി ഉണ്ടാവും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വന്നാൽ കുറെ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ ഉണ്ടാവും. കഷ്ടപ്പാടിന്റെ തീച്ചൂളയിലൂടെ വന്നിട്ട് ഇന്ന് സ്വസ്ഥതയും റാഹത്തും അന്തസ്സും ഇസ്സത്തും പദവിയും മഹത്വവും നമ്മൾ പോലും സ്വപ്നത്തിൽ കാണാത്ത അവസ്ഥയിലേക്ക് നമ്മളെ പടച്ചവൻ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. അതാലോചിക്കുമ്പോൾ അത് നമ്മളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ നിറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മളും കൂടി ആലോചിക്കാതെ നമ്മൾ ആ സ്ഥലത്തേക്ക് പടച്ചവൻ കൊണ്ടെത്തിച്ചു. അപ്പുറത്തേക്കുണ്ടാവും ഒരുപാട് കുറ്റകൃത്യങ്ങൾ അബദ്ധത്തിൽ അല്ലാഹനെ അറിയാതെ സംഭവിച്ചു പോയതുണ്ടാവും. അതും പടച്ച തമ്പുരാനോട് പറയാം, അതിനും കാര്യം. അപ്പൊ സത്യത്തിൽ ഒരു നല്ല, ഞാൻ എന്തിനാ ഒഴിഞ്ഞിരിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, ആരും ഇടങ്ങേറാക്കരുത്. രണ്ടാമതൊന്ന് ഉറക്ക കരയണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കരച്ചിലിന് ഒരാളും തടസ്സം ഉണ്ടാക്കരുത്. ആ കരച്ചിലാണ് നമ്മളെ ഹജ്ജ്, ആ കരച്ചിലാണ് ഹജ്ജ്. അതിൽ ഭാര്യ ഉണ്ടാവും, അതിൽ ഭർത്താവ് ഉണ്ടാവും, അതിൽ അമ്മോശ ഉണ്ടാവും, അതിൽ അമ്മായിമ്മ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് ആലോചിക്കുക, ഇന്ന് അങ്ങനൊക്കെ വന്ന ഇന്നെ എന്റെ റബ്ബ് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ റബ്ബ് എത്ര വലിയ ഔദാര്യവാനാണ് എന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിളി, എന്താണ് ഈ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. നമ്മൾ അതൊരിക്കലും പോവാൻ യോഗ്യരായിരിക്കൂല. പക്ഷെ അല്ലാഹു തആല നമ്മളെ ഒരു ട്രാക്ക് ഉണ്ടാക്കി ഒരു വഴിയിലൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. നമ്മളെക്കാൾ പൈസ ഉള്ള എത്ര ആൾ ചെയ്യാത്തുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹജ്ജിന്റെ അമലുകളെക്കാൾ വലുത് ഹജ്ജിന്റെ ജീവനാണ്, അതിന്റെ ഹക്കീക്കത്താണ്. അതിനെ പിടിച്ചിട്ട് പോണം, അല്ലാണ്ട് ബാഹ്യമായ കർമ്മങ്ങൾ പിടിച്ചിട്ടല്ല പോണ്ടി. ബാഹ്യമായ കർമ്മങ്ങൾ പിടിച്ചല്ല പോണ്ടി, അതിന്റെ ജീവൻ പിടിച്ചിട്ട് പോണം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ്. ആ കുളിക്കലുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ കുളിക്കല്ല, അള്ളാന്റെ വീട് കാണാൻ വേണ്ടി കുളിക്കാണ്. പടച്ചോനെ നാളെ എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ആലോചിക്കണം. ബാത്റൂമിൽ നമുക്ക് അരച്ചിൽ വരും. നമ്മൾ ബോധത്തിലാണ് കുളിക്കണമെങ്കിൽ നമുക്ക് സങ്കടം വരും. പുതിയാപ്പിള പോകാൻ വേണ്ടി കുളിച്ചിട്ടുണ്ടാവും, പുതിയ എണ്ണായിട്ട് കുളിച്ചിട്ടുണ്ടാവും. പക്ഷെ അള്ളാന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള കുളി ഒരു കുളിയാണ്. ഇത് ചുറ്റൽ, നമ്മളെ മേലെ ആ തുണി തട്ടുമ്പം നമ്മളെ രോമം പൊന്തും, നമ്മളെ ഹൃദയം പെടുക്കും. ശരിക്ക് നമ്മൾ എന്നും തുണി എടുക്കുന്ന ആൾക്കാരാണ് കേരളക്കാർ, മലപ്പുറംകാരൊക്കെ. പക്ഷെ ആ തുണി അങ്ങനെ അല്ല, അതൊരു കഫൻ തുണി പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം പഴയകാല ആളുകൾ പോയിരുന്നത് കഫൻ തുണി ആയിട്ടായിരുന്നു ഹജ്ജിന് പോയിരുന്നത്, വരൂല എന്നുള്ള ഉറപ്പിച്ചാണ് പോയിരുന്നത്. അതുകൊണ്ട് ഈ ബോധം നമ്മൾ ഉണ്ടാക്കിയിട്ട് പോകണം. പഴയ കാലത്തുള്ള ആളുകൾക്ക് ഇത്ര വലിയ സെറ്റപ്പിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം പോലെ യാത്ര കപ്പലിലുണ്ടാകുക. മുസാഫർ ഖാൻ എന്നൊക്കെ യാത്രയാക്കി, ബോംബെ മുസാഫർ ഖാൻ എന്നൊക്കെ യാത്രയാക്കിയ ആൾക്കാരോട് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്കറിയല്ലോ, കപ്പൽ ഇങ്ങനെ വിടും,
ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും അന്തമാനിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കപ്പലിൽ പോകുമ്പോൾ കപ്പൽ ഇങ്ങനെ വലിച്ചിട്ട് ഒരു ഇത് കൊണ്ടുപോയിട്ട് ഉൾക്കടലിൽ കൊണ്ടുപോയിട്ട് വിടലാണ്. കടലിൽ നിന്ന് ഇങ്ങനെ കരയിൽ നിന്ന് ഇങ്ങനെ അകലുന്നതിനനുസരിച്ച് കുറെ കഴിയുമ്പോൾ സാധാരണ ഇങ്ങനെ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ കൈവീശുണ്ടാവും. കുറെ ആൾക്കാർ റെയിൽവേ സ്റ്റേഷൻ വരെ വരും കോഴിക്കോട്, എന്നിട്ട് അവിടുന്ന് കയറ്റി വിടും. കുറെ ആൾക്കാർ ബോംബെക്ക് വരും. അങ്ങനെ ബോംബെയിൽ കുറെ ആൾക്കാരുണ്ടാവും. കപ്പലിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ കപ്പലിൽ നിന്ന് അതിന്റെ പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ ഇങ്ങനെ കൈവീശുണ്ടാവും. ഇവിടെ നിന്നുള്ളവരും കൈവീശുണ്ടാവും. അതൊരു വേർപാടിന്റെ കൈവീശലുകളാണ്. പിന്നെ അതങ്ങനെ പോയാൽ കപ്പൽ കാണാതാവും. അപ്പോൾ എല്ലാവരും മടങ്ങിപ്പോരും. പിന്നെ ആ നീലക്കടലും ഈ കപ്പലിലുള്ള ആൾക്കാരും ഉള്ളൂ. അത് 10 ദിവസം 14 ദിവസം 15 ദിവസം. കപ്പിത്താനോട് നമ്മൾ ഒരിക്കലും യാത്രയിൽ ഒരു കപ്പിത്താനോട് ചോദിച്ചു, എത്ര ദിവസം എടുക്കും ഇന്ന സ്ഥലത്ത് നിന്ന്? ഞാൻ വിജയവാഡയിൽ നിന്ന് കപ്പലിൽ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസം എടുക്കും? കൽക്കത്തയിൽ നിന്ന് അതേപോലെ കപ്പലുണ്ട്, കൽക്കത്തയിൽ നിന്ന് എത്ര ദിവസം? അവനോട് അദ്ദേഹം പറഞ്ഞു, കടലില് ദിവസത്തിന് കണക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചു, കടലിൽ ശക്തമായ കാറ്റടിക്കുകയാണെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് പടിഞ്ഞാറ്റോട്ടാണ് പോണത്, പടിഞ്ഞാറിന്ന് കിഴക്കോട്ടേക്ക് ശക്തമായ കാറ്റടിക്കാണ് കപ്പലിനെ തിരിച്ചുവിടും. എവിടേക്ക്? കിഴക്കോട്ട് തിരിച്ചു. കാറ്റിന്റെ ദിശക്കനുസരിച്ച് തിരിച്ചുവിടും. ശക്തമായ കാറ്റാണെങ്കിൽ, പ്രതിരോധിക്കാൻ പറ്റാത്ത കാറ്റാണെങ്കിൽ തിരിച്ചുവിടും. തിരിച്ചുവിടുമ്പോൾ എന്താണ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പുറപ്പെട്ട ഇനി 4 ദിവസം അപ്പുറത്തേക്ക് പോയിട്ട് ശാന്തമാവൽ, പിന്നെ ആ കപ്പൽ വരണം. അതുകൊണ്ട് കടൽ യാത്രക്ക് ടൈം വരാൻ പറ്റില്ല. അന്ന് അങ്ങനത്തെ, ഇന്നൊക്കെ പല സിസ്റ്റങ്ങളും ഉണ്ട്. അന്ന് അങ്ങനത്തെ സിസ്റ്റങ്ങളൊന്നും ഇല്ലാത്ത കപ്പലുകളിൽ ഒരു അക്ബർ കപ്പലൊക്കെ ഉണ്ടായിരുന്നു. അക്ബർ, ഞാൻ അതിലേക്ക് ഒരു യാത്ര ചെയ്തേന്. ഇപ്പത്തെ ആധുനിക ഭയങ്കര ടെക്നോളജിയും ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉള്ള കപ്പലുകളുണ്ട്, നങ്കൂറി മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അക്ബർ പുളു പഴയ അക്ബർ തന്നെ. അതിലൊക്കെ ഹാജിമാർ പോണത്, ഞാൻ അതിൽ യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഡെക്ക്, അതിന്റെ അടിയിലൊക്കെ ഉള്ള അവസ്ഥകൾ. ഇതിൽ ഈ ഉണ്ടാവും ഒരു കുടുംബമായിരി ആ കപ്പലിലുള്ള ആൾക്കാർ. എത്ര ആളാണ്? 1000 ആളാണല്ല 1000 ആള്, 500 ആളാണല്ല 500 ആൾക്കാർ. അത് അവരവിടെ ഉണ്ട്. 10, 14, 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഈ കടലിൽ ഇങ്ങനെ ഉണ്ടാവും. ഒന്നും കാണാനില്ല, വേറെ സൽക്കാരമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുന്ന് തന്നെ ആജി റെഡിയാവും. അതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മൾ വരുന്നത് മൂസാജി, സുലൈമാൻ ആജി, ഖദീജ അജുമ്മ എന്നൊക്കെ പറയലുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ ഒരു മഹലിൽ നിന്ന്, ഒരു നാട്ടിൽ നിന്ന്, ഒരു പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരാള് 2 ആളെ ഉണ്ടാവുള്ളൂ. ഓര് പോയി വന്നാൽ ഓല് അത്ര ക്വാളിറ്റി ഉള്ളവരായിട്ടാണ് മടങ്ങി വരല്. എന്താ ക്വാളിറ്റി? വയലിന്റെ ഒന്നും ആവശ്യമില്ല. അതിനൊരു നിസ്കാരം പഠിക്കും, അതിൽ ഒലമാക്കൾ ഉണ്ടാവും, നിസ്കാരം പഠിക്കും, വേറെ തിരക്കൊന്നുമില്ല. ഖുർആൻ ഓതാൻ പഠിക്കും, ഹജ്ജിന്റെ അമലുകൾ പഠിക്കും, ആഖിറത്തിന്റെ ഫുൾ ചിന്ത ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഉണ്ടാവും ആൾക്കാർ മരിക്കണ്. അപ്പൊ അതിന് തന്നെ കുളിപ്പിച്ച് സ്റ്റോർ ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും പഴയ കാലത്തില്ല. അതിന് തന്നെ കഫൻ തുണി പൊന്നിട്ട് കടലിലേക്ക് ഇങ്ങനെ കെട്ടി താഴ്ത്തിട്ട് അങ്ങനെ കറങ്ങി ഇറങ്ങി ഇങ്ങനെ പോയിട്ട് അവസാനം അടിക്കടലിൽ എത്തുമ്പോൾ അത് തുറന്നു വിടും. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 500 ആളുണ്ടെങ്കിൽ 499 ആളെ ഇഞ്ഞുള്ളൂ. ഇഞ്ഞോൾക്ക് വലിയ വയലിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മക്കത്തെത്തിയാലും വെള്ളമില്ല. അറബികൾ ഇന്ത്യ എന്നൊക്കെ വരുന്ന ഹാജിമാർക്ക് വേണ്ടി അവർ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു കൊടുത്തിട്ട് അതിന് കിട്ടുന്ന വാടക കൊണ്ടാണ് അവര് ഒരു വർഷം മുഴുവൻ ജീവിച്ചിരുന്നത്. പെട്രോളും ഡീസലും ഒന്നും അവര് കണ്ടെത്തിയിട്ടില്ല. ഒരു ദാരിദ്ര്യാവസ്ഥയിലുള്ളത്. മാർബിളും സെറ്റപ്പും ഇല്ല. ആ മക്കയിൽ കഴിഞ്ഞുകൂടി വെള്ളവും കഷ്ടപ്പാടും വെയിലും ചൂടും തണുപ്പും സഹിച്ച് ഹജ്ജിന്റെ അമലൊക്കെ പൂർത്തിയാക്കി വരുമ്പോൾ അത് യഥാർത്ഥ ഹാജിയാവും, യഥാർത്ഥ അജ്ജുമയാവും. ഇന്നാണ് നമ്മളെ എല്ലാവരും വലിയ ചട്ടി പോലത്തെ മൊബൈലും, ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഫോട്ടോ ആണ്. ഫ്ലൈറ്റ് കയറുന്ന ആ വേറെ ഫോട്ടോ, തിന്നണത് വേറെ ഫോട്ടോ, അത് വേറെ ഫോട്ടോ, ഫുള്ള് ഫോട്ടോ ഫോട്ടോ. ഇതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഭായി ആദ്യം വെക്കേണ്ട നീയത്ത്, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കൂല, ജീവിതത്തിൽ ഫോട്ടോ എടുക്കൂല നീയത്ത് വെച്ചാല് വളരെ എളുപ്പമായി. മറ്റേത് അവന്റെ ഹജ്ജ് മുഴുവൻ ഈ മൊബൈൽ കൊണ്ടുപോകും. ഞങ്ങളോട് വെറുതെ വരില്ല, ഞങ്ങൾക്ക് അടുത്തും അറിയാം. ഹജ്ജിന്റെ അമലുകളിൽ അത്ര ഇടപെടുന്നുണ്ട്. നമുക്ക് തന്നെ സങ്കടാവും. ആൾക്കാരൊക്കെ അങ്ങനെ കഅബനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെറുതെ കരിനെ പോലെ ആംഗ്യം കാണിക്കുക, എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ ചിരിച്ച. ആരെ വീടാണത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരാൾക്ക് അജർ സ്വസ്ഥമായിട്ട് മുത്താൻ കിട്ടിയാലോ മുത്താനല്ല നോക്കുക, എന്താ നോക്കുക? ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കൂ. അത്ര ദാരുണമായ അവസ്ഥയ്ക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം.
അതുകൊണ്ട് ഗുണങ്ങളോട് കൂടി പോയി വരണം. അത് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പോകണം. ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും കപ്പലല്ല, ഫ്ലൈറ്റാണ്. ഇവിടുന്ന് കയറി അടുത്തുമ്പോൾ നടത്തി 3-5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് എത്തും ജിദ്ദയില്. ഫുൾ സെറ്റപ്പാണ്. വൈകുന്നേരം ഇന്നിപ്പോ രാവിലെ ഇവിടുന്ന് കയറിയാൽ വൈകുന്നേരം ആകുമ്പോൾ നടത്തി വീടിന്റെ കണക്ക് പുരുഷന്മാർക്ക് കിട്ടും. കച്ചവടം ചെയ്യാം, ഒക്കെ നടത്തുന്നവിടെ. ദുനിയാവൊന്നും വേറിടില്ല. പിന്നെന്താ വെച്ചാലുള്ളത്? അള്ളാഹ്ക്ക് വേണ്ടി വിടാൻ നമുക്ക് കഴിയില്ല. പിന്നെ അവിടെയുള്ള അവസ്ഥകളാണ് അതിന്റെ സെറ്റപ്പിലാണുള്ളത്. അവിടുത്തെ കടകളും അവിടുത്തെ സെറ്റപ്പുകളും അവിടുത്തെ ഹോട്ടലുകളും അതിന്റെ ഹരങ്ങളിലും രസങ്ങളിലും മനുഷ്യൻ കഴിഞ്ഞു കൂടിയാൽ ഓന് അള്ളാഹിനെ കുറിച്ച് ഓർമ്മക്ക് പകരം ദുനിയാവിന്റെ സുഖങ്ങളാണ് ഓർമ്മ വരുന്നത്. വീട്ടിലുള്ളതിനേക്കാളും വലിയ സൗകര്യങ്ങളാണ് ഹോട്ടലുകളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്. അള്ളാഹു താല നമ്മളെ തെരഞ്ഞെടുത്ത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഈ 25 ലക്ഷം ഹാജിമാരെ പരിശോധിക്കും. അതിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്ന ആൾക്ക് ഫുള്ള് പാവങ്ങളൊക്കെ ഓർത്ത് വിടും, അല്ലാത്തവരൊക്കെ റിജക്റ്റ് ആവും. അതുകൊണ്ടാണ് നിങ്ങൾ ഫദായിൽ ഹജ്ജിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു മഹാൻ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അലീബിന് സൈനുൽ ആബിദീനൊക്കെ കരഞ്ഞ് ലബ്ബൈക്ക് ചൊല്ലിയിരുന്നു. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു വെച്ചാൽ, ഇതെങ്ങാനും റിജക്റ്റ് ആയ ലാ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ പിന്നെന്താ കാട്ടുക? അള്ളാഹ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താ കാട്ടുക? അതുകൊണ്ട് ഹജ്ജിന്റെ അമലുകളിൽ നമ്മൾ അതിന്റെ ജീവനും കൊണ്ടുപോകണം. അതിന്റെ ജീവനും കൊണ്ടാ പോകേണ്ടത്. അപ്പൊ എന്തിനാണ് പോണത് എന്നുള്ള ബോധം ഉണ്ടാവുക. കുളിക്കുമ്പോൾ ആ ബോധം ഉണ്ടാവുക. ഏറാമിന്റെ വസ്ത്രം അണിയുമ്പോൾ ആ ബോധത്തോടു കൂടി പോവുക. എയർപോർട്ടിൽ എത്തി നമുക്ക് മനസ്സിലാവും ആഖിറ എന്താന്ന്. എന്താണ് ഫുള്ള് ചെക്കിങ് ആയിക്കും. പാസ്പോർട്ട് വേണം, അത് വേണം, ഇത് വേണം, ലഗേജിന് തൂക്കം കൂടിയ പ്രശ്നം, എല്ലാം പ്രശ്നം. ആ ആഖിറത്തിന്റെ അവസ്ഥ എന്തേക്കും? പാപങ്ങളുടെ തൂക്കം കൂടിയാൽ എന്തേക്കും അവസ്ഥ? ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ സങ്കടപ്പെടുന്നതാണ്. കാരണം വലിയ കെട്ടൊക്കെ കെട്ടി വരുന്നുണ്ടാവും, ഇങ്ങോട്ട് കയറൂല, തൂക്കം കൂടുതലാണ്, പൊളിക്കലും കട്ടലും. ഇവിടുത്തെ ഇതില് വേണമെങ്കിൽ എമിഗ്രേഷനിൽ എന്ത് ചെയ്യാറ് നമുക്ക് പൊളിച്ച് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. ആഖിറത്ത് പൊളിച്ച് ഒഴിവാക്കാനും കഴിയില്ല. ദുനിയാവൊന്ന് ചെയ്ത് തിന്മകളുടെ കെട്ടുകൾ പൊളിച്ച് എവിടെ ഒഴിവാക്കുക? സ്വന്തം വഹിക്കുക എന്നല്ലാണ്ട് വേറെ മാർഗം ഉണ്ടാവില്ല. അവിടെ നമ്മൾ പോണത് ഇപ്പൊ മലപ്പുറം ജില്ലന്റെ ആളുകളാണ് നമ്മളെല്ലാരും. നിങ്ങൾ കോഴിക്കോടോ കൊച്ചിയിലൊക്കെ ആണെങ്കിലൊക്കെ കേരളത്തിന്റെ ഹാജിമാരായിട്ടുണ്ടാകുക. പൊന്തലോട് കൂടി പിന്നെ ഇന്ത്യൻ ഫ്ലൈറ്റ് ആയി. ജിദ്ദയിൽ ഇറങ്ങലോട് കൂടി ഇന്ത്യൻ ഹാജിമാരായി. മലപ്പുറം ഒന്നും പിന്നെ ഇല്ല, പിന്നെ ഇന്ത്യൻ ഹാജിമാരായി. ജിദ്ദ എയർപോർട്ടിലൊക്കെ എത്തുമ്പം ഹാജിമാർക്ക് വേണ്ടി മാത്രമേ ടെർമിനൽ ഉണ്ട്. അതിൽ വന്നാൽ നമുക്ക് കാണാൻ ഫുൾ ഹാജിമാരായിരിക്കും. ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ഇങ്ങനെ പറന്നിറങ്ങുണ്ടാവും. എല്ലാവരും ഒരേ മുദ്രാവാക്യാണ്. ഇംഗ്ലീഷിലായാലും അറബിയിലായാലും ഉറുദുവിലായാലും മലയാളത്തിലായാലും കന്നഡയിലായാലും ഒക്കെ എല്ലാവർക്കും ചെല്ലാനുള്ള ഒന്നാണ്, ആണിനും പെണ്ണിനും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇതിങ്ങനെ പറയാൻ, ഇതിനർത്ഥമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെ പറയാണ് ഹാജി? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കാട്ടിൽ വീണ ഇലന്റെ തുള്ളികളിൽ നിന്ന് ചെറിയ ചെറിയ ചാലുകളായി ഒഴുകി വന്ന് ചെറിയ തോടായി, പിന്നെ അത് വലിയ തോടായി, പിന്നെ അത് വലിയ ചെറിയ പുഴ വന്ന് ചേർന്നു, ചെറിയ പുഴ പിന്നെ വലിയ പുഴയായി, പിന്നെ ആ പുഴകൾ ചേർന്ന് അതിനേക്കാളും വലിയൊരു പുഴ വന്ന് ചേർന്നു, അത് പിന്നെ അവസാനം കടലിലെത്തുന്നത് പോലെ ഈ ഹാജിമാരെല്ലാവരും ജിദ്ദ എയർപോർട്ടിൽ നേരെ പോയി മക്കത്തെത്തി മത്താഫിലെത്തും. എവിടത്തുമായി? മത്താഫിൽ ആ വലിയ ജനക്കൂട്ടത്തിലേക്ക് എത്തുകയാണ്. അതൊരു വലിയ ലോക അത്ഭുതത്തിൽ ഒരു അത്ഭുതമാണ്. ആണും പെണ്ണൊക്കെ ഒരു സ്ഥലത്ത് വന്ന് ഒരുമിച്ച് കൂടാൻ. അതിലേക്കാണ് നമ്മൾ ചെന്ന് ചേരാൻ പോണത്. എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡാണ്. അല്ലെങ്കിൽ ലോകത്തെത്തിയ പല ഡ്രസ് കോഡാണുള്ളത്. നമ്മളെ കേരളക്കാർക്ക് വേറെ, നമ്മൾ തുണിയെ കൊടുക്കും. കേരളം തമിഴ്നാട് കണ്ടാൽ അറിയാം, യു പി കണ്ടാൽ നമുക്ക് വേറെ അറിയാം, മലേഷ്യക്കാരെ കണ്ടാൽ വേറെ അറിയാം, ഓരോ രാജ്യക്കാരെ നമുക്ക് കണ്ടാൽ അറിയാം, ഓരോ ഡ്രസ്സും അവസ്ഥകളും. പക്ഷെ ഹാജിമാരെല്ലാവരും ഒരേ മാതിരി ഉണ്ടാവുക. അള്ളാഹു തആല ആ ഏകത്വം അത് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ യാത്രകളിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണ്? ഗവൺമെന്റ് ഹാജിമാരിപ്പുള്ള സംസാരം എന്തായിരിക്കും? എന്താണ്? എത്ര കിലോ ചെറിയ അരി കൊണ്ടോണം, എത്ര കിലോ നെയ്ച്ചോറിന്റെ അരി കൊണ്ടോണം, സ്രാവ് എത്ര വേണം, മറ്റേത് എത്ര വേണം. കാരണം നമ്മള് ആ ഒരു വീണ് നോക്കണം കേട്ടോ. നിങ്ങൾ വീണു താഴത്തേക്ക് ഇറങ്ങിയിരുന്നോളി.
സത്യത്തിൽ നമ്മൾ എന്താ കൊണ്ടോണ്ടേന്നുള്ള ആലോചനയിലുള്ളത്. സത്യത്തിൽ കൊണ്ടോണ്ടി എന്താന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൊണ്ടുപോകാൻ പറഞ്ഞത് സാദ് എന്നാണ് അറബിയിൽ അതിന് പറയൽ. യാത്രക്കാരൻ കൊണ്ടോണ ഈ പാതേയം, യാത്രക്കാരൻ കൊണ്ടോണ സാധനത്തിന്റെ പേര് സാദ് എന്നാണ് അറബിയിൽ പറയല്. സാദ്. ഖുർആൻ പറയുന്നുണ്ട് ഹജ്ജിന് പറയുമ്പോ പറയാണ്, നിങ്ങൾ ആ യാത്രയിൽ ഏറ്റവും കൊണ്ടോണ്ട സാധനം തഖ്വയാണ്. ഏറ്റവും കൊണ്ടോണ്ട സാധനം എന്താണ്? തഖ്വയാണ്. അത് എത്ര കൊണ്ടുപോകാൻ പറ്റുമോ അത്ര നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അതാണ് ഹജ്ജിൽ ഏറ്റവും ആവശ്യമുള്ളത്. കാരണം പരീക്ഷണം അതിലാണ് നടക്കാൻ പോണത്. ആർക്കാണ് തഖ്വ ഉള്ളത് എന്ന് നോക്കാനാണ് അള്ളാഹു കൊണ്ടുപോണത്. തഖ്വ ഉള്ളത് ആർക്കാണ്? കാരണം പാവങ്ങൾ മൊത്തം പൂർത്തി തരാൻ കൊണ്ടുപോകല്ലേ, സ്വർഗം തരാൻ കൊണ്ടുപോകല്ലേ. അപ്പൊ ആർക്കാണ് തഖ്വ കൂടുതലുള്ളത്? ഇപ്പൊ ഒരു മത്സരത്തിന് പോയ എല്ലാവരും ജയിച്ചിട്ടൊന്നുമല്ല വരല്. അപ്പൊ നല്ല പോലെ തഖ്വ ഉണ്ടാക്കണം ഈ യാത്രയിൽ. പടച്ചവനുള്ള സൂക്ഷ്മത, ഭയഭക്തി അതുണ്ടാക്കണം. അതാണ് ഏറ്റവും ആവശ്യമുള്ള സാധനം, തഖ്വ. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കുക. അതുകൊണ്ട് യാത്രയിൽ ഉടനീളം തഖ്വനെ സൂക്ഷിക്കുക. അതാണ് കൂടുതൽ കൊണ്ടോണ്ടത്. അതുകൊണ്ട് തഖ്വനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന സാധനത്തിന്റെ പേരാണ് കണ്ണ് എന്ന് പറഞ്ഞത്. എന്ത് വൈ? കണ്ണ്. ഖുറാനിലൊക്കെ യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്നാണ് അർത്ഥം. പുരുഷന്മാര് നിസ്കരിക്കുക. ഞങ്ങൾ അറബി പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞാൽ അവർ പുരുഷന്മാര് നിസ്കരിക്കട്ടെ. പക്ഷെ അവിടെ യുഖീമൂന സ്വലക്ക് പുരുഷന്മാര് നിസ്കരിക്കാന്നല്ല ഖുറാൻ പറഞ്ഞത്. ആണും പെണ്ണൊക്കെ നിസ്കരിക്കാൻ എന്താ പറയല്? പുരുഷന്മാരോടാണ് ഖിതാബ് ഉള്ളതെങ്കിലും പിന്നെ സ്ത്രീകൾക്കും അത് ബാധകാണ്. സ്ത്രീയോട് വേറെ പറയൽ കുറവാണ്. ഒരു കാര്യം പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനൊക്കെ അത് ബാധകാണ്. പക്ഷെ കണ്ണിന്റെ കൽപ്പന വന്ന അല്ലാഹു തആല രണ്ടായത്തന്നെ കൊടുത്തു. ഇത് ആണുങ്ങളോട് പറഞ്ഞാന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറയിൻ, യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ചിമ്മി അടക്കി നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കും. തൊട്ടടുത്ത ആയത്ത് കുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ സ്ത്രീകളോട് പറയും, യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുൻ, നിങ്ങളുടെ കണ്ണുകളെ ചിമ്മി അടക്കാനും ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാനും. രണ്ടു തൊട്ടടുത്തുള്ള ആയത്ത്. കാരണം ഒരു മനുഷ്യന്റെ തഖ്വ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന സാധനമാണെന്ത്? കണ്ണ്. നമുക്ക് സാധാരണ അറിയാം, ഫാൻ കറങ്ങുണ്ടാവും, ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. ഇസ്തിരി പെട്ടി ഒന്ന് കുത്തിയിട്ട് അവിടെ ബട്ടൺ ഓൺ ആക്കിയാൽ എന്താ ഉണ്ടാവുക? ആ ലൈറ്റ് ഇങ്ങനെ ഇടാകണ കാണാം. അതേപോലെ ചാർജ് ഈമാൻ വലിക്കുന്ന സാധനമാണ് കണ്ണ്. അതുകൊണ്ടാണ് നിങ്ങൾ തഖ്വ നല്ലപോലെ എടുത്തോളി എന്ന് പറഞ്ഞത്. ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങളെ കയ്യെത്തുന്ന ദൂരത്ത് വേട്ടമൃഗങ്ങളെ നാം എത്തിക്കും, നിങ്ങളിൽ ആരാണ് തഖ്വ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാധാരണ പറയുന്നത് നമുക്കറിയാം, മീൻ പിടിച്ച് പരിചയമുള്ള ആളുകൾക്ക് വെള്ളം കുറഞ്ഞ സ്ഥലത്ത് ചെറിയ പ്രാലോ അല്ലെങ്കിൽ അങ്ങനത്തെ മീനൊക്കെ കണ്ടാൽ ഇവർക്ക് പിന്നെ എന്താവൂല, നിക്കക്കളി ഉണ്ടാവില്ല, ചാടി ഇറങ്ങി പിടിച്ചാലോ. അതായത് ശീലമുള്ള ആൾക്ക്. അല്ലാത്തവർക്ക് കണ്ടാൽ ഇനി കാൽമ ചളിയാവും വെള്ളാവും എന്നൊക്കെ പറഞ്ഞ് പോവും. പിടിച്ചു വരുന്ന ആളാണ് ചാടും, അയാൾക്ക് നിൽക്കാൻ കഴിയില്ല. ഇതേപോലെ വേട്ടയാടുന്ന ആളുകൾക്ക് അവരെ കൈ ഇങ്ങനെ ഇങ്ങനെ കളിക്കും. ഈ കൊക്കിനൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടെ എവിടെയെങ്കിൽ 4 കൊക്കിനെ കണ്ടാലാണ് അവർക്ക് ഇങ്ങനെ എടുത്തില്ല എന്നൊക്കെ പറയും. എന്ത് ഒരു ഭയങ്കര അസ്വസ്ഥതയ്ക്ക്. കാരണം നമുക്ക് 1000 കൊക്ക് ഉണ്ടായാലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില മരത്തുമരൊക്കെ ഉണ്ടാവും ഇങ്ങനെ വെള്ള, അതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് പോകും നമ്മള്. ഓരോരിക്കലും അതിന്റെ ഭംഗിയല്ല കാണാൻ. അതിന്റെ ഇതേപോലെ വേട്ടമൃഗം ഇങ്ങനെ എത്തും. മറ്റു ചില ഒലമക്കൾ പറഞ്ഞ എന്താ പറഞ്ഞാൽ വേട്ടമൃഗം കൊണ്ട് ഉദ്ദേശിച്ചത് മാനും ഒട്ടകവും ഒന്നുമല്ല, കാട്ടാടും ഒന്നുമല്ല. പുരുഷന്റെ വേട്ടമൃഗം സ്ത്രീയും, സ്ത്രീന്റെ വേട്ടമൃഗം പുരുഷനാണ്. അവർ രണ്ടുപേരും കയ്യെത്തുന്ന ദൂരത്ത് നമ്മൾ എത്തിക്കും. എന്നിട്ട് അവരിൽ ആരാണ് തഖ്വയുള്ളവർ നോക്കാൻ വേണ്ടിയിട്ട് മത്താഫിൽ കൊണ്ടിറക്കുന്നത് അതാണ്. മുഖം മറക്കാൻ പാടില്ല സ്ത്രീ. പുരുഷൻ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാൻ കഴിയില്ല ഫുള്ള്. ഒരു പൊതാന്നൊക്കെ പറഞ്ഞാൽ ഒരു പുരുഷന്റെ സൗന്ദര്യമൊക്കെ കാണാൻ പറ്റും. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇറക്കുകയാണ്, ആണിനെയും പെണ്ണിനെയും.
അല്ല നോക്കുകയാണ് ഇവർ ആരാണ് തക്കുവള്ളത്. യാത്രയിൽ ഉടനീളം ആരാണ് തക്കുവള്ളത് നോക്കാൻ. അതിലൊക്കെ വിജയിച്ചു വരാൻ ഏറിന്റെ ഉസാറല്ല ഇവിടെ പ്രശ്നം, ചുറ്റലല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മളതാ വിചാരിക്കല്, എറിയൽ ജംറകളിൽ എങ്ങനെ എറിയും അതാണ് പ്രശ്നം. ജംറകളിൽ എറിയലല്ല പ്രശ്നം, ഇതാണ് പ്രശ്നം. ഹൃദയത്തിനെ എങ്ങനെ അള്ളാഹുവിലേക്ക് തിരിക്കാൻ പറ്റും. ഈ അടിമൻ ഇതിലൂടെ ഇങ്ങനെ കറക്കാണ്, എന്നിട്ട് ഇവൻ തഖ്വ ഉണ്ടോ എന്ന് നോക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ എടുക്കേണ്ട സാധനം എന്താണ് തഖ്വ. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഈമാനികമായ അവസ്ഥ ഇവിടുന്ന് ഉണ്ടാക്കി പോണം. നമ്മൾ യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗവൺമെന്റിൽ പോകുന്ന ഹാജിമാര് അവർ നല്ലപോലെ ശ്രദ്ധിക്കണം. മറ്റൊരു ശ്രദ്ധിക്കണമെന്നൊന്നുമല്ല, അവർക്ക് അള്ളാഹു തആല കാക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ, ചില പരീക്ഷണങ്ങളൊക്കെ വരും. ഇപ്പൊ എത്ര കവറിൽ 5 ആളാ? ഒരു റൂമിൽ 5 ആളായിരിക്കും ഉണ്ടാകുക. ഒരു ഭാര്യയും ഭർത്താവും ഇവിടുന്ന് കൊടുത്തു, മഞ്ചേരിന്ന് കൊടുത്തു. ഒരു ഭാര്യയും ഭർത്താവും എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊയിലാണ്ടിന്ന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരാൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഭാര്യനെ ഈ ഭർത്താവിന്, കൊയിലാണ്ടിലെ ഭാര്യനും ഭർത്താവിന്, പിന്നെ ഒറ്റക്ക് കൊടുത്ത ആ ഒരാളും, 5 ആള് ഒരു റൂമിൽ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെയാ അതിന്റെ അവസ്ഥ. ഞാൻ മലപ്പുറത്തുകാരന ഒരു പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ഞാൻ ഒരു ബിൽഡിങ്ങിൽ അതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരാൾ കണ്ടു. അവനോട് പറഞ്ഞു, നിങ്ങളെ ഒരാള് മലപ്പുറത്തുള്ള ആൾ നിങ്ങളൊക്കെ അറിയുന്ന ഒരാളുണ്ട് നമ്മളെ റൂമിലുണ്ട്, നിങ്ങളൊന്ന് കാണും, പുര കാലിന് സുഖമില്ല, നിങ്ങളൊന്ന് കാണുമോ ചോദിച്ചു. ഹജ്ജിന്റെ തൊട്ടടുത്ത സമയന്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കാണാൻ വേണ്ടി പോയി. ആരാണ് പഠിച്ചോനെ, ഇയാളെ പേര് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിലെ പേരാണ് അയാൾക്ക് അറിയുന്നത്. ഞാൻ പോയി നോക്കുമ്പോ എന്താ കണ്ടത് പറഞ്ഞാല്, ഈ എന്നോട് പറഞ്ഞ ആ പയ്യനും ആ പയ്യന്റെ ഉമ്മയും വേറൊരാളും അയാളെ ഭാര്യയും പിന്നെ ഇയാളും മലപ്പുറത്ത്, അവരൊക്കെ എറണാകുളംകാരാണ്, ഇയാള് മലപ്പുറത്തുകാരനും. ഒരു ചെറിയ ആ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ അവസ്ഥകൾ ആലോചിക്കും. ഒരു ദിവസമോ 2 ദിവസമോ 5 ദിവസം ഒന്നല്ലല്ലോ. സ്ത്രീകൾക്ക് വസ്ത്രം മാറണം, സ്ത്രീകൾക്ക് ഉറങ്ങണം. നമ്മളെ ബെഡ്റൂമിൽ ഒരാൾ കയറിയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയും. അതുകൊണ്ട് തഖ്വ നല്ലോല്ലെങ്കിൽ ഏറ് നോക്കി പോന്നാൽ ഏറ് മാത്രമേ നടക്കുള്ളൂ, ചുറ്റല് നോക്കി പോന്നാൽ ചുറ്റലേ നടക്കുള്ളൂ. ഇങ്ങനെ ഒരു വില്ലന്റെ സിസ്റ്റത്തിൽ ഉണ്ടാകുക, ഒരു ഫ്ലാറ്റ് സിസ്റ്റത്തിൽ അതിലൊരു സ്ഥലത്ത് കിച്ചൺ ഉണ്ടാവും. എല്ലാ റൂമുള്ള ആളും ഭക്ഷണം ഉണ്ടാക്കേണ്ട ആ സ്ഥലത്ത് നിന്നാണ്. 5 റൂം ഉണ്ടെങ്കിൽ 5 റൂമാരും ഭക്ഷണം ഉണ്ടാക്കേണ്ട ആ കിച്ചണിലായിരിക്കും. അപ്പൊ സ്ത്രീകൾ സാധാരണഗതിയിൽ വീട്ടിലിടുന്ന ഒരു മാക്സി ഉണ്ടാവും, അത് ഒരു ഫുൾ കൈ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഉണ്ടാകുക, മുട്ടുകൈൻ്റെ ആടെ ഉണ്ടാകുക. അതിനാണ് ഫുൾ കൈ പറഞ്ഞത്. ഹാഫ് കൈ പറഞ്ഞാൽ തോളിൻ്റെ ആടെ ഉണ്ടാകുന്നതിനാണ്. കുഴപ്പമൊന്നുമില്ല, അവർക്ക് വീട്ടിൽ വർക്ക് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്ത്. അല്ലാഹു ആലം, എനിക്കറിയില്ല. വീട്ടിലാണ് ആരും ഇല്ലെങ്കിൽ ഓർക്ക് അതൊക്കെ മതി. പക്ഷെ ഇവിടെ അതിട്ടിട്ടാ വരിക. അവിടുന്ന് ഉസ്മാന്റെ ഭാര്യ ഇറങ്ങിയിട്ടുണ്ടാവും, ഇവിടുന്ന് സുലൈമാന്റെ ഇറങ്ങിയിട്ടുണ്ടാവും, ഇവിടുന്ന് മുസ്തഫന്റെ ഇറങ്ങിയിട്ടുണ്ടാവും, ഇവിടുന്ന് കമാലിന്റെ ഇറങ്ങിയിട്ടുണ്ടാവും, ഇവിടുന്ന് ഇസാഖിന്റെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇവരെ എല്ലാവരും ഉണ്ടാവും അവിടെ. അപ്പൊ എന്താ ഭക്ഷണം ഉണ്ടാക്കണേ സഹായിക്കാൻ വേണ്ടി ഇസാഖ് ഓന്റെ പെണ്ണുങ്ങളുടെ അടുത്ത് കയറും, മറ്റവന് സുലൈമാൻ ഓന്റെ പെണ്ണുങ്ങളുടെ അടുത്ത്. അതപ്പോ എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടാവും അതിന്റെ ഉള്ളിൽ. ഇങ്ങനെ ആട്ടും കൊട്ടും മീൻ പൊരിച്ചലും. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാവരും കുടുംബക്കാരാവും, പരിചയക്കാരാവും, അന്യത്വം പോവും. കാരണം നമ്മൾ വിചാരിക്കും മക്കല്ലേന്ന്, ശൈത്താനൊക്കെ അത്ര ഉണ്ടാവില്ലല്ലോന്ന്. അവിടെ അബൂൽ ജാഹിലിന്റെ ശൈത്താന ഉണ്ടാകുക, അബൂലഹബിന്റെ ശൈത്താന ഉണ്ടാകുക. എവിടെ പറയുക നിങ്ങള്, മക്കത്ത്. അതുകൊണ്ട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഇവിടൊക്കെ അള്ളാഹു നമുക്ക് മാർക്ക് കൂടുണ്ടാവും. എന്താണ്, ഞാൻ സത്യസന്ധമായി പറയാൻ, നാട്ടിൽ അന്യ സ്ത്രീകളെ കാണാനും വർത്താനം പറയാനും അവസരമില്ലാത്ത മനുഷ്യർ അവിടെ പോയിട്ട് അന്യ സ്ത്രീകളുമായിട്ട് വർത്താനം പറയേണ്ടിയും കാണേണ്ടിയും ഒക്കെ ഗതികേട് വരിക. എന്നിട്ട് അവരായിട്ട് പരിചയം, അവരായിട്ട് ഇതാവുക, സ്വാഭാവികം ഉണ്ടായി പോവും. അവസാനം എന്താ ഉണ്ടാവുക, ഹജ്ജ് കഴിഞ്ഞ് വന്നാലും ആ ബന്ധങ്ങൾ ഉണ്ടാവും. ഫോൺ ആട്ടും കൊണ്ടൊക്കെ വിളിക്കുമ്പോ ഉസ്മാനാജിനെ വിളിച്ചു, ഇസാഖാജി. ആ ഉസ്മാനാജി ബാത്റൂമിൽ കയറിയാണ്. അപ്പൊ വൈഫ് നോക്കുമ്പോ വെല്ലടിക്ക് നോക്കുമ്പോ ആരാ നോക്കണം, അപ്പൊ ഇസാഖാജിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഇസാഖാജിനെ പരിചയം ഉണ്ടല്ലോ. അപ്പൊ ഇസാഖാജിനോട് അറിയാം ഒരു ബാത്റൂമിലാണ് അറിയും. ബാത്റൂമിലല്ല, എന്നാ ഒന്ന് വിളിക്കാൻ വേണ്ടി പറയും. പിന്നെ എന്തൊക്കെ റാഹത്തല്ലേ, റാഹത്ത് തന്നെയാണ് അറിയാം. ഓ അന്ന് നിങ്ങൾ അവിടുന്ന് ഉണ്ടാക്കി തന്ന ആ കഞ്ഞിണ്ടല്ലോ,
അതിന്റെ രുചി ഇപ്പോഴും മറക്കാൻ പറ്റില്ല അതൊക്കെ. അതുപോലെ അറിയാം നിങ്ങൾ വരേണ്ടി നമുക്ക് ഇനി ഉണ്ടാക്കാം കുടിച്ചാന്നൊക്കെ ക്യാവായി. ഇതാണ് ഹജ്ജ്. ഷെയ്ത്താൻ ഏതാ മുതല് നിങ്ങൾക്കറിയോ? അതുകൊണ്ടാണ് അള്ളാഹ് ആവർത്തിച്ച് പറഞ്ഞത് വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ ലില്ലാ വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വാ ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഇതാണ് പ്രശ്നം. മനസ്സ് അള്ളാഹ്ക്ക് കൊടുക്കണം, മനസ്സ് അള്ളാഹ്ക്ക് കൊടുക്കണം ഇതിന്റെ എല്ലാ കാര്യത്തിലും. അങ്ങനെ ഓരോ രംഗങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു പോവാ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഹജ്ജ് അടങ്ങേറുള്ള കേസാണെന്ന്. ഇല്ലെങ്കിൽ ഹജ്ജൊന്നും ചെയ്യാനുള്ള അടങ്ങേറുള്ള കാര്യമൊന്നുമില്ല. ഫുൾ സംവിധാനങ്ങളും സിസ്റ്റങ്ങളും അതിന് ഏറിനോടത്ത് പ്രശ്നമില്ല. വിശാലമായ ചുമരുണ്ടാക്കി വെച്ചിന് അതിമക്ക് എറിഞ്ഞാൽ മതി. പക്ഷെ അതൊന്നും അല്ല കാര്യം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കണ്ണിനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അവൻ വിളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടുന്ന് ഇത് ചെയ്താലോ? നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരാൾ കടയിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. അങ്ങനെ ആ ക്യാമറ നോക്കി ആളെ പിടിച്ചു. ആളെന്ത് ചെയ്തു പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അപ്പൊ അവിടെ SP ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഡ്യൂട്ടിയിലായതിനോട് SP അടുത്ത് കൊണ്ടുപോയി ഇയാളെ. അപ്പൊ SP ടേബിളിട്ട് ആളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്താണോ ഈ മൊബൈൽ അയാൾ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെ ഫ്രീ ആകുന്നവരെ അങ്ങനെ വർത്താനം പറയാൻ നേരിച്ച്. അതിനിടെ ഇയാൾക്ക് എന്തോ ഒരു അത്യാവശ്യം വന്ന് അയാളെ പോയപ്പോ ഇയാളെ ഫോൺ അടിച്ചിരുന്നു. എവിടെ? മേശം. അത് എടുത്തിപ്പോ മുങ്ങി. ആരത്? എവിടുന്ന്? ബാക്കി എന്താ ഉണ്ടാകുക? നിങ്ങൾ പറയും. അതേ അവസ്ഥയാണ് ഇവിടെ ഈ കളിയൊക്കെ കളിച്ച് നടന്ന്. പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അവൻ നമ്മളെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പം അവിടെയും കുരുത്തക്കേട്. മനസ്സിലാണ്ടോ? അതുകൊണ്ട് ഒലമക്കൾ പറയേണ്ട ഒരാൾ ഹജ്ജിൽ അയാളിൽ എന്തെങ്കിലും തിന്മ കയറി കൂടിയാൽ പിന്നെ അയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അയാൾക്ക് പ്രയാസാവുന്നു. കാരണം ഹജ്ജ് മനുഷ്യനെ വാർത്തെടുക്കുന്ന സ്ഥലമാണ്. നമുക്കറിയാം ടെറസൊക്കെ വാർക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്തൂടെ ഒരാൾ ചെരുപ്പിട്ട് നടന്നാൽ എന്താ ഉണ്ടാകുക? ആ ചെരുപ്പിന്റെ അടയാളുണ്ടോ അവിടെ? അവ ഉറക്കണതിന് മുമ്പാണെങ്കിൽ. അപ്പൊ ഒരാളോട് പറഞ്ഞാൽ സാരില്ല, വെയിലുണ്ട് ഉണങ്ങി കഴിയാ പോയിക്കോളുന്ന്. പോവില്ലേ? പോയി. ആ ചവിട്ടി അടയാളം പോവില്ല പോയി. അതാണ് സീറ്റിംഗ് ആയി. നമ്മളെല്ലാരും കാക്കട്ടെ. ഹജ്ജിൽ എന്തെങ്കിലും തിന്മ കയറി കൂടിനെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിന്ന് പോകാൻ പണിയായിരിക്കും. കാരണം ഹജ്ജ് മനുഷ്യനെ ഒരുക്കി അള്ളാഹ്ക്ക് വേണ്ടി ആക്കി തീർക്കാനുള്ള ഒരു അമലാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിചാരിച്ച സാധനമല്ല കേട്ടോ. ഇതൊരു ഇന്റർവ്യൂക്ക് വിളിച്ചതാണ്. ആണിനും പെണ്ണിനെയൊക്കെ നമ്മൾ വിചാരിച്ച് ഭയങ്കര ഔദ്യോഗികമായ ഭയങ്കര എന്തോ സംഭവമാണ്. ക്ലിയർ ആയാൽ ഭയങ്കര സംഭവമാണ്, ക്ലിയർ ആയിട്ടില്ലേ ഭയങ്കര പാട്. അത് ദുനിയാവിന്റെ എല്ലാ കാര്യവും അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ. സ്പീഡിൽ പോകും ഫ്ലൈറ്റ്, പക്ഷെ അപകടം സംഭവിച്ച പൊടി എടുക്കാൻ ഉണ്ടാവില്ല. ഇതേപോലെ പാവങ്ങൾ മൊത്തം പുറത്തു വരും അറഫയിൽ നിന്ന് മടങ്ങുമ്പം, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പം. പക്ഷെ അയാളിൽ തിന്മകൾ ഉണ്ടെങ്കിലോ? അതുകൊണ്ടാണ് മഹാന്മാർ ഭയപ്പെട്ടത്. അതുകൊണ്ട് മരണത്തിന്റെ ഓർമ്മ ഉണ്ടാവണം, ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാവണം, ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കി പോണം, ഹൃദയത്തിനെ പരിശുദ്ധമാക്കിയിട്ട് പോണം. ഹൃദയത്തിനെ പരിശുദ്ധമാക്കാറ നേരത്തെ പറഞ്ഞു ഞാൻ. ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്കൊക്കെ എടുത്താൽ കുറെ ആൾക്കാരോട് ചോദിക്കണ്ടാവും. ഓരോടൊക്കെ പോണതിന് മുമ്പ് ചോദിക്കണം. അല്ലാണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കല്, വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇടല്, ഞാനും എന്റെ ഭാര്യയും ഈ വർഷത്തെ ഹജ്ജിന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാൽ അപ്പൊ തന്നെ ഇഖ്ലാസൊക്കെ ഇലോ പോയിട്ടാവും ചിലപ്പോ. മനസ്സിലായില്ലേ? അതൊന്നും എല്ലാരും ദുനിയാവിൽ എല്ലാരും അറിയിച്ചോളൊന്നുമില്ല. പക്ഷെ സംഭവിക്കൽ എന്താ പറഞ്ഞാൽ അറിയിക്കേണ്ട ആളെ എന്ത് ചെയ്യില്ല, അറിയിക്കില്ല. ചിലപ്പോ ഒരാളായിട്ട് പ്രശ്നം ഉണ്ടായിണ്ടാവും, അയാളടുത്ത് പോയിണ്ടാവില്ല. ഒരാളോട് ഞാൻ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു അയാൾ കഴിഞ്ഞാൽ അയാളും ഭാര്യ ഹജ്ജിന് പോയിന്, അയാൾ എന്നോട് പറഞ്ഞില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ അയാൾ പറഞ്ഞില്ല, അയാൾ അച്ഛല്ല പോവാ, നിങ്ങൾ പറഞ്ഞാലേ പറഞ്ഞു. ഓന്റെ അച്ഛൻ ശരിയായില്ല, എന്റെ അച്ഛൻ ശരിയാണ്ടെന്ന്. ആ മനുഷ്യരുടെ മാനസികാവസ്ഥയാണ്. ഞാൻ വേറൊരാളോട് ഒരു തമ്മിൽ പ്രശ്നമുണ്ട്, അയാൾ ഹജ്ജിന് പോകുന്നുണ്ട് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാല് അയാളെ ഐഡിയപരമായി കണ്ടു, അയാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാലേ പറഞ്ഞേ. അപ്പൊ എന്നോട് അയാൾ പറഞ്ഞു മറുപടി എന്താന്ന് അറിയാം നിങ്ങൾക്ക്? ഇതൊക്കെ പള്ളി നിസ്കാരമുള്ള ആൾക്കാരാണ്, അല്ലാണ്ട് വെള്ളടിച്ചെടുക്കുന്ന ആൾക്കാരല്ല. അയാളോട് പറഞ്ഞ അച്ഛനും ഒരു ഞാൻ 40 ദിവസത്തിനാ പോണേ, എനിക്ക് പിന്നെ ഈ നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ. ഓനോടൊക്കെ പൊരുത്തം ചോദിച്ചിട്ട് ഞാൻ എവിടുക്കാ പോണേന്ന്.
എന്നോട് ചോദിച്ചതാ. ഹജ്ജ് പറഞ്ഞ മൊലവി 40 ദിവസം പോകേണ്ട കേസല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ നാട്ടിലല്ലേ ജീവിക്കണ്ടേ? ഓന്റെ മുമ്പിൽ അടിയാറ് പറഞ്ഞിട്ട് എന്തിനാ ജീവിക്കണത്? ഇതാ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല വൈ, ഒരു കാര്യമില്ല. വെറുതെ പോണ്ട. ആ പൈസ ആർക്കാൻ കൊടുത്താലേ, ഇല്ല നിങ്ങളെന്നെ അടിച്ച് പുട്ടടിച്ച് തീർത്താലേ. വേലസിക്കൊളി, ഊട്ടി മൂന്നാറൊക്കെ പോയിട്ട് കറങ്ങി അടിച്ചു പോരി. ദുനിയാവിലെങ്കിലും ഒരു കണ്ണിനും മനസ്സിനൊക്കെ സുഖം ഉണ്ടാവും. ആ അതുകൊണ്ട് നല്ല പോലെ ഒരു ഭർത്താവ് ഹജ്ജിന് പോയി. അപ്പൊ നമ്മളായിട്ട് ഒരു ബന്ധമുള്ളതാണ്. അപ്പൊ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ അവരെ ഭാര്യ, ഞാൻ അവിടെ അങ്ങനെ അവരായിട്ടുള്ള ഒരു നല്ല ബന്ധമുള്ള ആളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഹജ്ജിനൊക്കെ പോവാണ്, എന്നോട് ചില പൊരുത്തം ചോദിച്ചില്ല കേട്ടോ പറഞ്ഞു. എന്നോട് ചില പൊരുത്തം ചോദിച്ചില്ല കേട്ടോ എന്ന്. വാതിലിന്റെ മറന്ന് എന്നോട് അങ്ങനെ വർത്താനം പറഞ്ഞൊരു സ്ത്രീയാണ്. സത്യത്തിൽ ആ സ്ത്രീ അവർക്ക് അത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയും ഭർത്താക്കന്മാരും പൊരുത്തം ഫസ്റ്റ് തുടങ്ങണ്ടേന്ന് അവിടുന്ന് അഭിപ്രായക്കാരനാണ് ഞാന്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, ഭർത്താവ് ഭാര്യനോട് ചോദിക്കുക. കാരണം 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ഒക്കെ ജീവിച്ചതാണ്. കറകൾ ഉണ്ടാവും, കറകൾ ഉണ്ടാവും ജീവിതത്തിൽ ചെയ്ത്. അത് ഫുള്ള് പുറത്തു കൊടുക്കുക. ഇല്ല വെറുതെ എന്തിനാ പോണേ? ഉള്ളുകൊണ്ട് മാപ്പാക്കി കൊടുക്കുക, ഉള്ളുകൊണ്ട് മാപ്പ് ചോദിക്കുക. ഞാൻ നന്നാവാൻ പോവാണ്, ഞാൻ പുതിയ മനുഷ്യനാവാൻ പോവാണ്, ഞാൻ ഇനി വന്നോളൂന്ന് ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുമ്പോ പറയും എങ്ങനെ? ഇല്ലല്ല. ഈ കഴിഞ്ഞ വർഷം ഏകദേശം ഇപ്പൊ അടുത്ത അതിന്റെ ഒരു കണക്ക് വന്നു, 1000 ചില്ലാനം ഹാജിമാർ മരിച്ചിട്ടുണ്ട്. 1000 ചില്ലാനം. കഴിഞ്ഞ വർഷം ആരെങ്കിലും ഹജ്ജിന് വന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ റോഡിന്റെ സൈഡ് ആൾക്കാർ മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനോ അത്രല്ല, ആയിരക്കണക്കിന് മനുഷ്യന്മാർ കണ്ട്. എന്താണ് പറഞ്ഞാൽ അവിടുത്തെ ഒരു സിസ്റ്റമാണ്, ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. ആക്സിഡന്റ് ആയാലും തൊടാൻ പാടില്ല. ഏത് റോഡിനും അടുക്കാണെങ്കിലും അവിടെ ഇടുക. ഇനി അടുത്ത പിന്നെ ആംബുലൻസ് അതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉത്തരവാദിത്തം വല്ലാത്ത ആൾക്കാർ വരാതെ ഓരെ തൊടാനേ പറ്റൂല. അത് ഹജ്ജ് സീസൺ മാത്രല്ലേ, എല്ലാപ്പോഴും. അതുകൊണ്ട് തന്നെ രാജാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തൊടാതെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. റോഡിന്റെ സൈഡിൽ വെയിലത്ത് ഇങ്ങനെ കിടക്കും രാജിമാര്. നമ്മൾ ജംറയിൽ എറിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരുമ്പോ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സ്ത്രീന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ജംറയിൽ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി അറമക്ക് നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കി, പെട്ടെന്ന് കരണില്ല. അപ്പൊ എന്താ നോക്കുമ്പോ ആ സ്ത്രീന്റെ ഉമ്മയാണെന്ന് തോന്നുന്നുണ്ട്, വീൽ ചെയറിലുണ്ട്. അത് അങ്ങനെ വീൽ ചെയറിൽ മരിച്ചിന്. അപ്പോഴും മരിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ അടുത്തെത്തിയപ്പോ ഫസ്റ്റ് കേക്ക് കാണുന്നത് ഞങ്ങളാണ്. അങ്ങനെ ഹാജിമാര് മരിക്കുന്നുണ്ട്. ആരാണ് തിരിച്ചു വരാന്ന് ആർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ മരിക്കും എന്നുള്ള ബോധം നമ്മൾ ഉള്ളിലുണ്ടാണോ, എന്നാലേ നമ്മൾ നന്നാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും പൊരുത്തൊക്കെ ചോദിച്ച് മനസ്സിനെ നന്നാക്കിയിട്ട് പോവാ. വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഈ ചിലതൊക്കെ ഉണ്ടാവുമല്ലോ, ഈ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അറിയും അതിപ്പോ കത്തിക്കണ്ട, അത് ഇവിടെ ആവശ്യം വരും അറിയും, പിന്നെ എടുത്തുക്കും. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോ ഉണ്ടാവും പിന്നെ കത്തിക്കണ്ടാവും. ഒരു കൊല്ലം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കെട്ടിൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ചില്ല നിങ്ങള്? അങ്ങനെ ഒരു കെട്ടും വെക്കണ്ട, മുഴുവൻ കെട്ടും കത്തിച്ചേക്കുക. ഇവിടെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തേക്ക. ഞാൻ ഇങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ കണ്ടില്ല. നിങ്ങൾ ആലോചിച്ച്, ഒരു കൊല്ലം പാലക്കാടുള്ള ഒരു മുഅ്മിനാന്നട്ടം പറഞ്ഞ ഒരു സ്ത്രീ അല്ലേ മരിച്ചില്ലേ, ക്രെയിം വീണിട്ട്. ആ സ്ത്രീ മരിക്കാൻ വന്നല്ലോ. ഞാൻ ഒരു പ്രാവശ്യം പോയ സമയത്ത് ഒരു നല്ല ചെറുപ്പക്കാരൻ, അയാളെ കാണാനില്ല ബിൽഡിങ്ങിൽ. അങ്ങനെ ഫുള്ള് തെരഞ്ഞു. 2 ദിവസം കാണാതെ, ഒരു ദിവസം കാണാതായപ്പോ ഫുള്ള് തെരഞ്ഞു നോക്കി. അവസാനം CCTV നോക്കുമ്പോ ലിഫ്റ്റ് പെട്ടെന്ന് ഓപ്പൺ ആയി. ശരി, അത് ലിഫ്റ്റ് കേട് കാരണം ഓപ്പൺ ആയതാണ്. ഇയാളെന്താ വിചാരിച്ചാൽ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് ഇറങ്ങിയപ്പോ നേരെ താഴേക്ക് വീണിട്ട് അതിനടിയിൽ മരിച്ചെടുക്കാണ് ഒരു ഹാജി. അത് ഹജ്ജിന് ഇറാൻ ചെയ്തു വന്ന ഹാജി. അല്ല നമ്മളെല്ലാരും കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തിരിച്ചു വരുന്നൊന്നും ഉറപ്പില്ല, അള്ളാഹിലേക്ക് പോവാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ ജീവിതത്തിനെ നന്നാക്കാൻ ശ്രമിക്കും. ഹജ്ജ് കഴിഞ്ഞ് വന്നാലും നമ്മൾ രാജിയായി ജീവിക്കണം എന്നുള്ള ബോധത്തോട് കൂടി ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എറിയല് തവാഫ് ചെയ്യല് സഅയ് ചെയ്യലൊന്നും ഒരു പ്രശ്നമല്ല. അതിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നാലും ആര് പുറത്തു തരും? അള്ളാഹു തആല മാപ്പാക്കി തരും. പക്ഷെ ഈ കാര്യത്തിലൊക്കെ എന്ത് വിട്ടുവീഴ്ച ഉണ്ടാകുക? അള്ളാഹിന്റെ വീട്ടിലേക്കും കിബറും കൊയ്തായിട്ട് പോവാന്ന് പറഞ്ഞാൽ ബാക്കിയായിട്ട് എങ്ങനെ പോവാ? ഓരെങ്ങനെ ആണായാലും പെണ്ണായാലും ഓരെങ്ങനെ അള്ളാഹ് സ്വീകരിക്കുക?
അതുകൊണ്ട് നല്ല മനസ്സോട് കൂടി പോവുക. തിരിച്ചു വന്നാൽ ജീവിതത്തിനെ മാറ്റാൻ ശ്രമിക്കുക. അല്ല അതേപോലെ തന്നെ പോയി വന്നാൽ എന്താ ഉണ്ടാകുക? അതേപോലെ തന്നെ പോയി വന്നാൽ എന്താ ഉണ്ടാകുക? ഉണ്ടാവില്ല കേട്ടോ. ഒമ്പൊരാൾ ഇങ്ങനെ ഉണ്ടായി. പഴയ കാലത്ത് തോടിനൊരു പാലുണ്ടാവും, കവുങ്ങ് രണ്ടെണ്ണം കൂട്ടി കെട്ടിട്ട് ഒരു പാലട്ടൊക്കെ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് ഇല്ലേ? തോട്ടിന് അങ്ങനെ ഒരു മഴ ചെയ്തു, ഒരു ചെറിയ പാലുണ്ടായി. അങ്ങനെ ഒരു കണ്ണ് കാണാത്ത ആൾക്കാർ ഓൽക്ക് നടന്ന് ശീലമുള്ള സ്ഥലത്തൂടെ ഒരു ആളില്ലാതെ എന്താ ചെയ്യും, ഒരു വടിയൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ അയാൾ ഇങ്ങനെ കയറി, അപ്പൊ അതിനൊരു കൈവരി ഉണ്ടാവും ഈ വീണ് വെക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടിട്ട്. അയാൾ അയിമങ്ങനെ പിടിച്ചിട്ട് ഈ പാലത്തുമ്മ കയറിയപ്പം പാലെങ്ങനെ ഇളകുണ്ട്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോക്കോ, ആരോ ഒരാളെ ഇളക്കുകയാണ് അപ്പുറത്തുനിന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ആചാര്യ പാലിളക്കല്ലാണ് ഇത് തന്നെ. അപ്പൊ ഇയാളാ കള്ള, എനിക്ക് കണ്ണ് കാണുന്നുണ്ടല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ചെയ്ത്, ഞാനാന്ന് മനസ്സിലായി, ആചാരാന്ന് മനസ്സിലായത്. അല്ല ഈ പണിയൊക്കെ ആചാക്കന്മാരെ ചെയ്യുള്ളൂ പറഞ്ഞേ, മനസ്സിലായില്ലേ? ഇന്ന് ആജിമാര് അജുമ്മമാര് എന്തൊക്കെയെ കാട്ടണറിയോ? വെറുതെ പോവുക. നബിതങ്ങൾ ശാസനങ്ങളുടെ ഹദീസിലുണ്ട്, എന്റെ ഉമ്മത്തിൽ അവസാന കാലഘട്ടം വരുമ്പം എന്റെ ഉമ്മത്തിലെ ധനികന്മാർ ഒരു പിക്നിക്ക് പോലെ, ഒരു നമ്മൾ മലേഷ്യക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോണ മാതിരി പോവാ, ഒരു ഹജ്ജ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ജോളിയായിട്ട് ഹജ്ജിന് പോണേ, പിക്നിക്കിന് പോണ മാതിരി, ഊട്ടിക്കൊക്കെ പോണ മാതിരി ഹജ്ജിന് വരുന്ന റസൂലുള്ളാഹി ശാസനങ്ങൾ പറഞ്ഞു. എന്റെ ഉമ്മത്തിലെ കച്ചവടക്കാർ കച്ചവട ആവശ്യത്തിന് വേണ്ടി വരും. ഓരോ മെയിൻ പരിപാടി കച്ചവടമായിരിക്കും. എന്റെ ഉമ്മത്തിലെ ഒലമാക്കൾ അവർ ലോകമാന്യതയ്ക്ക് വേണ്ടി വരും. വിധങ്ങൾ ശാസനങ്ങൾ പറഞ്ഞതാണ്. എത്ര കറക്റ്റാണ് അറിയോ? ഞാൻ 50 ചെയ്തേന്, ഞാൻ 45 ചെയ്തേന്. അതിന് എന്റെ ഉമ്മത്തിലെ ദരിദ്രന്മാർ യാചിക്കാൻ വേണ്ടി ഹജ്ജിന് വരുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ഒരു അമലാണ് എന്ത്? ഹജ്ജാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനാ പോണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ആയത്ത് ഓതുമ്പോ എനിക്ക് ഓർമ്മ വരില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് പല ഹജ്ജ് ഉണ്ടാകണ എങ്ങനെ അറിയോ? അപ്പുറത്തെ നമ്മളെ അയൽവക്കത്തെ വീട്ടിൽ മോമാക്കുണ്ടായി, ഇതിനായാലും മോമാക്ക് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തോടു കൂടി അയാൾ എന്തായി? മോമാജിയായി. പിന്നെ ആളൊരു ഖദീജാത്ത ഉണ്ടായി, അവ ഖദീജുമായി. ഇപ്പുറത്തെ ഒരു ആളുണ്ടായി സുലൈമാൻ, അയാൾ എന്തായി? സുലൈമാനാജിയായി. അയാളെ ഭാര്യ ഫാത്തിമ ഉണ്ടായി, ഫാത്തുമാത്ത എന്തായി? ഇപ്പൊ ഫാത്തുമാജിമ. ഇനിയിപ്പോ ഈ ആകെ ഈ വട്ടത്തിൽ ഇപ്പൊ ആരേ ഉള്ളൂ? ഞാനും പെണ്ണുങ്ങളും മാത്രമേ ഉള്ളൂ. എങ്ങനെങ്കിലും ഇപ്പൊ ഒരു ഹജ്ജ് ചെയ്യണം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ചിലവരൊരു മക്കള് വിളിച്ചിട്ട് പോവാണ് അറിയും. അങ്ങനെയൊക്കെ ഓരോ ലക്ഷ്യത്തിനും എന്ത്. അതുകൊണ്ടാണ് അള്ള ഇങ്ങനെ പറഞ്ഞത്, ഇല്ല അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവർ ചെയ്താൽ മതി. അതുകൊണ്ട് ഞങ്ങളോട് വീണ്ടും പറയാണ്, നമുക്ക് ഒരാളോട് നമുക്ക് ഹജ്ജിന് കിട്ടീനെന്ന് പറയുമ്പം ഉള്ളിന്റെ ഉള്ളിൽ ആ സാധനം എന്താണോ ഉള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. അങ്ങനെയാണ് മുണ്ടാത്ത പോലാണ് ബുദ്ധി. ഒരാളോട് മുണ്ടണ്ട. ആരെങ്കിലും തെറ്റോ കുറ്റോ പ്രശ്നങ്ങളുണ്ടോ ഓരോട് മാത്രം പോയി പറയാ, ഓരോടാണ് പറയില്ല ആൾക്കാർ. അതുകൊണ്ട് നമുക്കൊരു ഒരു ദുരഭിമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ആലോചിക്കണം നമ്മൾ ഹജ്ജ് എത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പോയി വരാനാണ് ബുദ്ധിമുട്ടുള്ളൂ. മറ്റേത് എളുപ്പമാണ്. ഹജ്ജിന് പോയി വന്നു കഴിഞ്ഞിട്ട് ജീവിതത്തിന് മാറ്റമില്ലെങ്കിൽ പിന്നെ ഹജ്ജ് എന്താണ്? ഒലമക്കൾ പറഞ്ഞ ഒരാൾ ഹജ്ജ് കബൂലായോ ഇല്ല എന്നുള്ളതിന് തെളിവ് എന്താണ്? ഹജ്ജിന് ശേഷം അയാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഹജ്ജിന് ശേഷം ജീവിതത്തിൽ എന്തുണ്ടാവും? ഒരു മാറ്റം ഉണ്ടാവും. അതുവരെ ജീവിച്ച പോലെ എല്ലാം ഉണ്ടാകുക. ഓരോ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കും. ഓരോ കണ്ണിനും ഓരോ മുഖവും ഓരോ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും പുരുഷനും സ്ത്രീയും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുക. വേറിട്ട ജീവിതമൊക്കെ ഉണ്ടാകുക. ജീവിതം മാറ്റിയില്ല പിന്നെന്താ ഹജ്ജുകൊണ്ട് കാര്യം? ജീവിതം മാറ്റിയില്ല എന്താ കാര്യം? ചില ആൾക്കാരോട് നമ്മൾ സംസാരിച്ചാല് ചെറിയ കൂതറൊക്കെ കളിച്ച് കച്ചറൊക്കെ കളിച്ച് നടക്കുന്ന ആൾക്കാരോട് ഹജ്ജ് ഉണ്ട് ചോദിച്ചാല് ഉസ്താദ് അറിയും. എന്താണ് അവരോട് ഉദ്ദേശിക്കുന്നത് അറിയോ? ഉസ്താദ് ഇപ്പൊ ചെറുപ്പക്കാരാണ്, കുറച്ചുകൂടി ഒന്ന് എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. അയാളോട് ഞാൻ ഇടക്കിടക്ക് പറയുമ്പോ എന്നോട് പറയും, പക്ഷെ ഞാൻ എന്തായാലും പോയാ പിന്നെ ഇബന്മാരമായിരിക്കൂല. ആരമാതിരി? കാരണം ഓൻ വിചാരിക്കണത് ഹജ്ജ് ചെയ്ത പിന്നെ സാധാരണ ഈ കച്ചറ കളിച്ച് കിടക്കുന്ന മനുഷ്യന്മാരെ ചിന്തയാണ് അത്. നമ്മൾ ദീനിയായി ജീവിക്കണ നമ്മളെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിക്കും. നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ട് മാറാന്നാൽ പിന്നെ എന്തിനാ പോണത്? ഹജ്ജ് ഒരു ചരിത്രത്തിന്റെ പഠനത്തിന് വേണ്ടി കൊണ്ടുപോവാണ്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തിന്റെ ചരിത്രം പഠിക്കാൻ കൊണ്ടുപോവാണ്. ഉമ്മാനി കുട്ടിനി മാത്രം അവിടെ കൊണ്ടാക്കി പോയതാണ്. മനുഷ്യവാസത്തിന് പറ്റാത്തൊരു സ്ഥലം മക്കത്ത് പാറക്കെട്ടിന്റെ അവിടെ. അമ്മയും മകനും മാത്രമേ ഉള്ളൂ. എന്നിട്ട് വാപ്പ പോയി, വീണ്ടും ഫലസ്തീനിലേക്ക് പോയി.
നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ അമ്മി മോനും അവിടെ നിന്നാല് എന്താ ഉണ്ടാകുക? വാപ്പ അമ്മനെ മോനെ അവിടെ ആക്കി പോയാല് പോയി വരുമ്പത്തിനും വാപ്പന്റെ ചത്തുരായി മാറും ആര്? മോന്. എന്നുവെച്ചാൽ അങ്ങനെ പറയണം, എന്റെ വാപ്പ ഒട്ടേച്ച് പോയ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ ഈ ഗതികേട് കണ്ടില്ലേ, അത് കണ്ടില്ലേ, വാപ്പക്ക് എതിരില്ല ഫുള്ള് പറയാ. എന്നിട്ട് അവസാനം ഇബ്രാഹിം അലൈഹി സ്വലാം വരികയാണ്. ഫലമ്മ ബലഗ മാഹു സഅയ, നടക്കാനും ഓടാനൊക്കെ പ്രായമായപ്പോ മടങ്ങി വരികയാണ്. ചെറിയ കുട്ടിനെ അടിച്ചാ പോയത്. പിന്നെ ഇപ്പൊ ഓടാൻ ചാടാനായി പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വന്നിട്ട് മകനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി മിനയിലേക്ക്. അവിടെയാണ് മിനയിൽ നമ്മളെ കൊണ്ടുപോയിട്ടിരുന്നത്. ഒരു 4-5 ദിവസം മിനയിലുണ്ട്, 2-3 ദിവസം. വല്ല 8-നുണ്ടാവും, പിന്നെ 10, 11, 12-നുണ്ടാവും, 13-നുണ്ടാവും. ഇത്ര ദിവസങ്ങൾ മിനയിലുണ്ടാവും. ഈ മിനയിൽ എന്തിനാ ഇടുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്. ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയി ആ മലന്റെ സൈഡിൽ അങ്ങേക്ക് പോയാൽ കാണാം. അവിടുന്ന് ആ കുട്ടീനോട് വാപ്പ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബാക്ക ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറക്കണം എന്നാണ് കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ ആ കുട്ടി പറയുന്ന വാക്കുകൾ ആലോചിച്ച് നോക്കണം. എന്താ പറയുന്നത്? യാ അബത്തി ഫൽ മാ തുമർ. അപ്പാ, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തോളൂ. അർത്തോളി എന്ന് പറയില്ല കേട്ടോ. വാപ്പ ഞാൻ അറക്കണം എന്ന് കാണുന്നുണ്ട് എന്ന് പറയുമ്പോ നമ്മളൊക്കെ മറുപടി പറയലെന്താ? നപ്പ നിങ്ങൾ അർത്തോളി എന്നാണ് പറയണ്ടേ. ഈ മകൻ അതല്ല പറയുന്നേ. മകൻ പറഞ്ഞ യാബത്തി ഫൽ മാ തുമർ, എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തോളി. നമ്മളൊക്കെ അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ആളാണ്. സതജിദുനി ഇൻഷാ അല്ലാഹ്. ഓ, ആ വാക്കുകൾ ആലോചിക്കും. ചെറിയ മോൻ പറയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, എന്നെ നിങ്ങൾ ക്ഷമാശീലന്മാരെ കൂട്ടത്തിൽ എത്തിക്കുപ്പ, ഞാൻ ക്ഷമിച്ചോളപ്പ, അള്ളാന്റെ കൽപ്പന അല്ലേ. ഈ ഉമ്മന്റെയും മോന്റെയും വാപ്പന്റെയും കഥ പഠിക്കാനും ആ ചരിത്രം നേരെ കണ്ടിട്ട് ജീവിതം നന്നാക്കി വരാനാണ് നമ്മൾ അയക്കുന്നത്. ഹാജറ ബീവിന്റെ യഖീൻ. പോണ സമയത്ത് ചോദിച്ചു, എവിടുക്കാ നിങ്ങൾ പോണത്? നമ്മളിട്ടിട്ട്. പിന്നെ അവർ ചോദിച്ചു, അള്ളാഹു അമറക്ക ബിഹാദ, അള്ള കൽപ്പിച്ചതാണോ? അള്ള കൽപ്പിച്ചതാണോ? അപ്പൊ അതേന്ന് പറഞ്ഞു അള്ളാഹു നമ്മൾ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസം ഫുള്ള് കിടക്കുന്നത് അള്ളാഹുലാണ്. ആ വിശ്വാസമുള്ള അമ്മന്റെ ഹാജറ ബീവിയുടെ ചരിത്രം നേരിട്ട് കണ്ടറിയാനാണ് നമ്മൾ പോണത്, സഫയിലും മർവയിലൊക്കെ. എന്നിട്ട് നമ്മളെ യഖീൻ മാറിയിട്ടില്ല, നമ്മളെ ഈമാ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാണ്? എറിയാനും ഓടാനൊക്കെ അവരവരുടെ രാജ്യത്ത് ഓരോ സ്ഥലം ഉണ്ടാക്കിയാൽ മതി. ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനൊക്കെ ഇവിടെ സ്ഥലമില്ലേ? അത്ര കഷ്ടപ്പെട്ടിട്ട് ഈ 50 ലക്ഷം 25 ലക്ഷം ഒക്കെ പാടം മെനക്കെട്ട് അവിടേക്ക് തന്നെ പോകണമെന്ന് എന്ത് വാശിയുള്ളത്? അല്ലല്ലല്ല, അവിടുന്നാണ് ഈ ചരിത്രം ഉൾക്കൊള്ളേണ്ടത്, അതിലൂടെയാണ് നടക്കേണ്ടത്. അവിടെ ഈ ഒരു ബോധം നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഹാജി ആവുക എന്നുള്ളത് എളുപ്പമാണ്. 6 ദിവസം അമലുണ്ടായാൽ ഹാജി എന്ന് പേര് വരും. പക്ഷെ ഹാജിയായി ജീവിക്കുക എന്നുള്ളത് എത്ര കാലം ജീവിക്കണം? മരിക്കണവരെ ജീവിക്കണം. അതുകൊണ്ട് ഹാജിന്റെ സിഫത്തോടു കൂടി ജീവിക്കണം, നല്ല ഗുണങ്ങളോട് കൂടി ജീവിക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഹജ്ജിന്റെ അമലുകൾ, അതിന്റെ പേരിൽ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ മക്കത്തെത്തിയാലും നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അതിന്റെ പേരിൽ ബേജാറാവണ്ട. ഈ സാധനം ഉണ്ടാക്കണം, ഈ തക്കുവ, ഈ ഓർമ്മ, ഈ ചിന്ത. ഇതിന്റെ പേരിൽ ഒരു വേണ്ടാത്ത ചിന്തകളോ വേണ്ടാത്ത സംസാരങ്ങളോ. ഇഹ്റാമിൽ ഒരു അന്യ സ്ത്രീയോട് വികാരപരമായി നോക്കലോ സ്പർശിക്കലോ ഒക്കെ കുറ്റാണ്. നോക്കൽ വരെ കുറ്റാണെങ്കിൽ സ്വന്തം ഭാര്യനെ സ്പർശിക്കൽ കുറ്റാണ് വികാരത്തോട് കൂടിയിട്ട്. ഇഹ്റാമിൽ സ്വന്തം ഭർത്താവിനെ ഒരു സ്ത്രീ വികാരത്തോട് കൂടി തൊട്ടാൽ അത് കുറ്റാണ്. ഇഹ്റാമിൽ സ്വന്തം ഹലാലായ ഭാര്യനെയും ഭർത്താവിനെയും തൊടലും വികാരത്തോടു കൂടി നോക്കലും സംസാരിക്കലും ഒക്കെ കുറ്റാണെങ്കിൽ അന്യ സ്ത്രീകളുടെ കാര്യത്തിൽ, അന്യ പുരുഷന്റെ കാര്യത്തിൽ എന്തൊക്കെ അവസ്ഥ? അതുകൊണ്ട് നമ്മളെ ഈമാനെ ശരിയാക്കാൻ ശ്രമിക്കണം, തഖ്വ ഉണ്ടാവണം. മടങ്ങി വന്നാൽ പൂർണ്ണമായിട്ടും അറഫയിൽ നിന്ന് നബിതന്റെ ശാസനങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അതാണ് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞത്. അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. അതാണ് അവിടെ നമ്മളെല്ലാവരും പോയി നിൽക്കുകയാണ്, ആണു പെണ്ണൊക്കെ. എന്നിട്ട് അവിടുന്ന് നമ്മൾ നിന്നാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഹാജരായവരൊക്കെ ഇനി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവരെ സമയം സമ്പത്തും കഴിവും ചെലവഴിക്കണം എന്നതിന് സാക്ഷികളായിട്ടാണ് എവിടെ പോയി നിൽക്കണേ? അറഫ പോയി നിൽക്കണേ. അത് നിന്ന് കഴിഞ്ഞു വന്നാൽ ഇനി നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം വേറെ ആവണം. അതുകൊണ്ട് ആണും പെണ്ണൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണവരായി മാറണം. അല്ലാണ്ട് ഇതൊരു ചൊർക്കിനൊരു ഹജ്ജ് ചെയ്ത് പോരല്ല. അതുകൊണ്ട് തീരുമാനിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ ഒരു ഉറച്ച നിലപാടിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അള്ളാഹു തആല നമ്മളെ സഹായിക്കും. ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല.
ആരോഗ്യം ഒക്കെ അള്ളാഹു തആല നൽകും. വളരെ രോഗിയായ ആൾക്കാരൊക്കെ ഭയങ്കര ആരോഗ്യത്തോടു കൂടി നിൽക്കണ കാണാം. അള്ളാഹ് ചില ആൾക്കാരുടെ ഓന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സമാധാനം അറിയണം. പിന്നെ ഓനെ ഇയാൾ നോക്കേണ്ടി വരും. ആര്? ഈ രോഗിയായ ആള്. അയാൾക്ക് അള്ളാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. കാരണം അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹിമ്മത്തോട് കൂടി ജീവിതത്തിൽ തീരുമാനം എടുത്തിട്ട് വേണം ഹജ്ജിന് പോവാൻ, തീരുമാനം എടുത്തിട്ട് വേണം ഹജ്ജിന്ന് മടങ്ങി വരാൻ. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഹാജിന്റെ ഗുണങ്ങളോട് കൂടി നമുക്ക് ജീവിക്കണം. അള്ളാഹ് നമ്മളെല്ലാവരും കബൂലാക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവരും യാത്രകൾ എളുപ്പാക്കട്ടെ. തഖ്വ തന്ന് പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഴുവൻ തിന്മകളിൽ നിന്നും കുറവുകളിൽ നിന്നൊക്കെ പടച്ചവൻ നമ്മളെല്ലാവരും കാക്കുമാറാവട്ടെ.